ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ 2 ദിവസങ്ങൾ ഈശോയുടെ വചനം കേൾക്കാനും ഈശോയോട് ചേർന്നിരിക്കാനും ഈശോയെ ആരാധിക്കാനും ഒക്കെ അവിടെ നൽകിയ വലിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നോമ്പുകാല ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയുകയും ഈശോയുടെ വചനം കേട്ട് ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈശോയുടെ വലിയ സാന്നിധ്യം തന്നെയാണ് നമ്മൾ അനുഭവിച്ചറിയുക. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ഈ നോമ്പുകാലത്തിൻ്റെ ആവശ്യമായ കുഞ്ഞു കുഞ്ഞു ബോധ്യങ്ങൾ ഈശോ നമുക്ക് തരികയായിരുന്നു. വിശുദ്ധ പത്രോസ് ശ്ലീഹയുടെ ജീവിതം ഏറ്റെടുത്തുകൊണ്ട് ആ ജീവിതത്തിൽ നിന്ന് വലിയ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതകളെയൊക്കെ നമ്മളൊന്ന് കണ്ടു. അതിനെ എതിരിടേണ്ടത് എങ്ങനെയാണ്, അതിൽ നിന്നൊക്കെ കയറി വരേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസം ധ്യാനിച്ചു. ഈശോയെ ആരാധിച്ച് നമ്മൾ നന്ദി പറഞ്ഞ് പൂർത്തിയാക്കി. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുക. നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ സങ്കടങ്ങൾ, പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാതെ വരുന്ന സഹനങ്ങളിലും കുരിശുകളിലും ഒക്കെ നല്ല ശിഷ്യരായി ഈശോയുടെ കുരിശുമെടുത്ത് ഈശോയുടെ കൂടെ നമ്മുടെ ജീവിത കുരിശുമൊക്കെ എടുത്ത് പിന്നാലെ നടക്കുക. അതാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുക എന്നും ഒപ്പം തന്നെ അപ്രതീക്ഷിതമായ കുരിശുകളിൽ നമ്മൾ ഈശോയെ കണ്ടുമുട്ടുമെന്നുള്ള ബോധ്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഈ 3-ാമത്തെ ദിവസത്തെ ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ നമ്മളോട് നിന്ന് സംസാരിക്കാൻ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ വലിയ സ്നേഹവും കാരുണ്യവും ഒക്കെ തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും ഉപരി ഈശോയെ നമുക്ക് സ്നേഹിക്കാൻ, നമ്മുടെ ആ പാപങ്ങൾക്കെല്ലാം പരിഹാരമായി ഈശോ ഏറ്റെടുത്ത സഹനങ്ങളോട് ഒന്ന് അനുരൂപപ്പെട്ട് നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരു കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരു സങ്കീർത്തനത്തിലെ ഒരു കുഞ്ഞു വചനഭാഗം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ബൈബിൾ എടുക്കാം. 25-ാമത്തെ സങ്കീർത്തനം എടുക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തനങ്ങളിലെ ഏറ്റവും സുന്ദരമായ സങ്കീർത്തനങ്ങളൊന്നാണ് 25-ാമത്തെ സങ്കീർത്തനം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ദാവീദ്: വഴി കാണിക്കണമേ, കർത്താവേ എന്നെ വഴി നടത്തണമേ എന്നുള്ള ഒരു സങ്കീർത്തനമാണ്. നമുക്ക് ഈ നോമ്പുകാലത്ത് നമുക്കറിയാം, നമ്മൾ ചില പാപങ്ങളെയൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുകയും അനുദപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം വഴി തെറ്റിപ്പോയവരാണ്. ചില തെറ്റുകൾ നമുക്ക് സംഭവിച്ചു പോയി, വഴി മാറി നടന്നുപോയി, ഈശോയുടെ മാർഗ്ഗത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ വ്യതിചലിച്ചു. ദാവീദ് നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ചൊല്ലി തരികയാണ്: കർത്താവേ എന്നെ വഴി കാട്ടണമേ, എനിക്ക് പറ്റിപ്പോകുന്ന അബദ്ധങ്ങളിൽ നിന്ന്, എനിക്ക് പറ്റിപ്പോകുന്ന പാപങ്ങളിൽ നിന്ന് ഒന്ന് തിരിച്ചു കയറി വരാൻ, മാനസാന്തരപ്പെടാൻ അങ്ങനെക്ക് വഴി കാണിച്ചു തരണമേ. ആ ഒരു ബോധ്യമാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ ലഭിക്കുക. സങ്കീർത്തനം 25 അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കാം. 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. 3 കുഞ്ഞു വചനങ്ങളാണ് 6-7 വാക്യങ്ങളിൽ. കർത്താവെ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. ഒരു വിശ്വാസി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്: കർത്താവെ, ഞാൻ അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. സങ്കീർത്തനം 71 നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ വൃദ്ധൻ്റെ പ്രാർത്ഥനയുണ്ട്: ചെറുപ്പം മുതലേ അങ്ങാണ് എൻ്റെ ആശ്രയം, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവായ ഒരു സമയം മുതൽ അങ്ങിലാണ് ഞാൻ പ്രത്യാശ വെച്ചേക്കുന്നത്. ഇപ്പോൾ സങ്കീർത്തനത്തിൽ 25-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയാണ്: കർത്താവെ, അങ്ങതൊന്ന് ഓർക്കണമേ, അങ്ങനോട് കാണിച്ച കാരുണ്യം, അങ്ങനോട് കാണിച്ച വിശ്വസ്തത. ഞാൻ പാപമൊക്കെ ചെയ്തു പോയി, ഞാൻ വീണുപോയി, എനിക്ക് അബദ്ധങ്ങൾ സംഭവിച്ചെങ്കിലും അങ്ങ് കാണിച്ച ഒരു വലിയ കാരുണ്യമുണ്ട്, അങ്ങ് കാണിച്ച ഒരു വലിയ വിശ്വസ്തതയുണ്ട്. അത് അങ്ങ് ഒന്നുകൂടെ ഓർക്കണമേ. എന്തിനാണ് ഓർക്കണത്? എന്നോട് ഒരിക്കൽ കൂടി ആ വിശ്വസ്തത കാണിക്കണമേ, എന്നോട് ഒരിക്കൽ കൂടി അങ്ങയുടെ കാരുണ്യം കാണിക്കണമേ. ഞാൻ അവിശ്വസ്തനായിപ്പോയി, ഞാൻ തെറ്റുകൾ ചെയ്തു പോയി, അങ്ങയുടെ കാരുണ്യത്തിന് ഒരു അർഹത എനിക്കില്ല. പക്ഷെ അങ്ങ് ഓർക്കണമേ, അങ്ങ് അത് അനുസ്മരിക്കണമേ. 2-ാമത്തെ പ്രാർത്ഥന ശ്രദ്ധിച്ചേ: എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. ഈശോയെ, എനിക്ക് പറ്റിപ്പോയ തെറ്റുകൾ അങ്ങ് മറന്നു കളയണേ, എൻ്റെ തെറ്റുകൾ, എൻ്റെ കുറവുകളൊന്നും അങ്ങ് ഓർത്തിരിക്കരുതേ എന്ന് നിഷ്കളങ്കമായൊരു പ്രാർത്ഥന. 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. 7-ാമത്തെ വാക്യത്തിൽ: കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 വാക്യങ്ങളിൽ 3 പ്രാർത്ഥനകളാണ്. അങ്ങ് വിശ്വസ്തത ഓർക്കണം, അങ്ങയുടെ കാരുണ്യം അങ്ങ് ഓർക്കണം, അങ്ങ് എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ഓർക്കുന്നു, ഞാൻ നന്ദി പറയുന്നു. ഒപ്പം തന്നെ കർത്താവെ, ചില കാര്യങ്ങളങ്ങ് മറന്നു കളയണേ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് മറന്നു കളയേണ്ടത്? എനിക്ക് പറ്റിപ്പോയ എൻ്റെ അബദ്ധങ്ങൾ, എനിക്ക് പറ്റിപ്പോയ എൻ്റെ പാപങ്ങൾ അങ്ങ് കണക്കിൽ വയ്ക്കരുതേ, അങ്ങ് മറക്കണമേ. അങ്ങയുടെ കാരുണ്യം അങ്ങ് ഓർക്കണം, എൻ്റെ പാപങ്ങൾ അങ്ങ് മറക്കണം.
നല്ല സുന്ദരമായൊരു പ്രാർത്ഥനയല്ലേ? പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമുക്ക് ഇന്നത്തെ പ്രാർത്ഥിക്കാം ഈശോയോട്. ഈശോയെ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ആ തെറ്റുകളൊന്നും നീ ഓർത്തിരിക്കരുതേ. നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരുങ്ങാൻ ഏറ്റവും നല്ലൊരു പ്രാർത്ഥനകളൊന്നാണിത്. സങ്കീർത്തനം 51, സങ്കീർത്തനം 32 ഒക്കെ നമ്മളിങ്ങനെ വായിച്ച് പ്രാർത്ഥിക്കാറില്ലേ കർത്താവിൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി? അതുപോലെ തന്നെ ഈ വചനങ്ങളും പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. കർത്താവേ, എൻ്റെ പാപങ്ങൾ നീ ഓർക്കരുത്, അങ്ങയുടെ കാരുണ്യം അങ്ങ് ഓർക്കണമേ, അനുസ്മരിക്കണമേ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ ഒരു കുഞ്ഞ് വാക്ക്, ഈ ഒരു കുഞ്ഞ് പ്രാർത്ഥനയാണ് നമ്മൾ ഇന്നൊന്ന് ധ്യാന വിഷയമാക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഏത് വാക്കാണെന്നറിയോ? റിമെമ്പർ മീ, കർത്താവേ അങ്ങ് ഓർക്കണമേ. രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു. എൻ്റെ പാപങ്ങൾ മറന്നു കളയണമേ, നീ ചിലതൊക്കെ ഓർക്കണമേ. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യമല്ലേ? നമുക്ക് ആഗ്രഹമുണ്ട് ഈ ഒരു കഴിഞ്ഞ കാലത്തെ, അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ, നമ്മുടെ പാപങ്ങളെ ഒക്കെ ഒന്ന് മറന്നു കളയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ വിഷമിപ്പിച്ചവർ, നമ്മളോട് മോശമായിട്ട് സംസാരിച്ചവർ, നമ്മളെ സങ്കടപ്പെടുത്തിയവർ എല്ലാം ഒന്ന് മറന്നു കളയണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ധ്യാനമൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ ഒരു ക്ഷമയുടെ ക്ലാസ്സൊക്കെ കൂടി കഴിയുമ്പോൾ നമ്മൾ വിഷമിപ്പിച്ചവരോടൊക്കെ ക്ഷമിക്കാനൊരു കൃപ നമുക്ക് ലഭിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചേ, പലപ്പോഴും നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. പൊറുക്കാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ മറക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ, ഈ ഒരു വിഷമിപ്പിച്ചപ്പോൾ ഞാൻ ചെയ്ത തെറ്റാവട്ടെ, എന്നോട് മറ്റുള്ളവർ ചെയ്ത തെറ്റാവട്ടെ, അതൊക്കെ ഒന്ന് മറന്നു കളയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഇനി ഓർത്തിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്ത്? നല്ല കാര്യങ്ങൾ, നമ്മളോട് മനുഷ്യർ ചെയ്ത നല്ല കാര്യങ്ങൾ, നമുക്ക് കിട്ടിയ നന്മകൾ, നമ്മുടെ കഴിഞ്ഞ കാലത്തുണ്ടായ ഏറ്റവും സുന്ദരമായ ഓർമ്മകൾ, ഇതൊന്നും ഒരിക്കലും മറന്നു പോകാതെ ഓർത്തിരിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ പാപങ്ങൾ നീ മറന്നു കളയണം, പകരം എന്നെ നീ ഒന്ന് ഓർക്കണമേ. റിമെമ്പർ മീ ഓ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനോട് നമ്മളെ മറക്കല്ലേ, നമ്മളെ ഓർക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊരു വലിയ സ്നേഹത്തോടെ ആ കർത്താവ് നമ്മളെ ഓർത്ത് അനുഗ്രഹിക്കുന്നതെന്നറിയോ? വിശുദ്ധ നല്ല സുന്ദരമായ ഒരു ഉദാഹരണമാണ് പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായം 14-ാമത്തെ അധ്യായത്തിൽ 37-38 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. നമ്മൾ ഈ സംഭവം വായിച്ചിട്ടില്ലേ? ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുന്നു. ദാനിയേലിന് ഇങ്ങനെ വിശക്കുന്നു, സിംഹത്തിനും വിശക്കുന്നുണ്ട്, ദാനിയേലിനും വിശക്കുന്നുണ്ട്. സിംഹത്തിൻ്റെ വായൊക്കെ ഇങ്ങനെ അടച്ച് വെക്കുന്നുണ്ട് കർത്താവ്. പക്ഷേ ദാനിയേലിന് വിശക്കുന്നുണ്ടല്ലോ. ഇതറിഞ്ഞിട്ട് കർത്താവ് ചെയ്യുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് 14-ാമത്തെ അധ്യായത്തിൽ. ദൂരെ ആയിരുന്ന ഹബക്കുക്ക് പ്രവാചകനെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് കർത്താവ് പറയുന്നുണ്ട്, അങ്ങോട്ട് അയക്കുന്നുണ്ട് ദാനിയേലിന് കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ. അങ്ങനെ ഹബക്കുക്ക് പ്രവാചകൻ ഇങ്ങനെ ദാനിയേൽ കിടക്കുന്ന സിംഹക്കുഴിയുടെ അടുത്ത് എത്തുന്നു. ദാനിയേലിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഹബക്കുക്ക് പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്ന ഈ ഭക്ഷണം നീ കഴിച്ചാലും വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട വചനങ്ങളൊന്നാണിത്. ദൈവം നമുക്ക് എത്തിച്ചു തന്ന മാലാഖമാരുടെ ഭക്ഷണം. പ്രവാചകൻ പറയാണ് ദാനിയേലിനോട്, ദൈവം നിനക്ക് തന്ന ഭക്ഷണമാണ്. ഇത് കിട്ടിക്കഴിയുന്ന സമയത്ത് ദാനിയേൽ വിശന്നിരിക്കുകയാണ്, അപ്പം കിട്ടി എന്ന് വിചാരിച്ച് ഒരു ഇരിപ്പിന് കഴിക്കുകയല്ല ചെയ്തത്. ദാനിയേൽ എന്നാ ചെയ്തതെന്നറിയോ? ദാനിയേൽ കർത്താവിന് നന്ദി പറഞ്ഞു. 14-ാമത്തെ അധ്യായത്തിൽ 37-38 വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണേ. ദാനിയേൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവേ, അങ്ങനെ ഓർത്തല്ലോ. ഈ അപ്പം കിട്ടിയപ്പോൾ കർത്താവിനോട് പറയാണ്, അങ്ങനെ ഓർത്തല്ലോ. അടുത്ത വചനം ശ്രദ്ധിക്കുക, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറക്കില്ല. ആ വചനം നിങ്ങളൊന്ന് കണ്ടുപിടിച്ചൊന്ന് അടയാളപ്പെടുത്തിയിട്ടോ കേട്ടോ. ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങനെ ഓർത്തല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയത്ത്, നല്ലത് സംഭവിക്കുന്ന സമയത്ത്, എല്ലാ ദിവസവും നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇന്നും എഴുന്നേറ്റു, നമുക്കിന്നും വചനം കേൾക്കാൻ പറ്റി, നമുക്കിന്നും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി, സങ്കടങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടായി. എന്നാലും ഒരു ദിവസം കൂടെ മുന്നോട്ട് ജീവിക്കാൻ വലിയ അനുഗ്രഹം നമുക്ക് കിട്ടി. നമ്മൾ ഒറ്റ കാര്യം ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം, കർത്താവേ, നീ എന്നെ ഓർത്തല്ലോ. ചിലപ്പോൾ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് കുറേ നാൾ കാത്തിരുന്നൊരു കാര്യം ഇന്നും സംഭവിച്ചിട്ടുണ്ടാകാം. ഇന്നും ഒരു ദിവസം കൂടെ ഈ സഹനത്തെ അതിജീവിക്കാൻ പറ്റിയിട്ടുണ്ടാകാം. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നന്ദി ചൊല്ലി തീർക്കാൻ ശരിക്കും വാക്കുകളില്ല. നല്ലൊരു വാക്ക് ഉപയോഗിക്കണം. എങ്ങനെയാണെന്നറിയോ? കർത്താവേ, നീ എന്നെ ഓർത്തല്ലോ കർത്താവേ. ഓരോ സമയവും അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയത്ത്, നിങ്ങൾ പരീക്ഷ പാസ്സാകുമ്പോൾ, നിങ്ങൾക്കൊരു ജോലി കിട്ടുമ്പോൾ, നിങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ, നിങ്ങളുടെ വീട് പണി പൂർത്തിയാക്കുമ്പോൾ എല്ലാം ഈശോയോട് നന്ദി പറയാനുള്ള സുന്ദരമായ പ്രാർത്ഥനയാണത്. യു റിമെമ്പേർഡ് മീ, കർത്താവേ, നീ എന്നെ ഓർത്തല്ലോ കർത്താവേ. അടുത്ത ആ വചനം തുടർന്നുള്ള വായന കണ്ടില്ലേ? അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ നോമ്പ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? നമ്മുടെ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഈശോയെ കൂടുതൽ അടുത്തു അറിഞ്ഞ്, നമുക്കുണ്ടായ സഹനങ്ങളിലൊക്കെ ഈശോയെ മാത്രം നോക്കി നടന്ന്, ഈശോയുടെ ആ സ്നേഹം കൂടുതൽ ആഴപ്പെടാൻ വേണ്ടി, ആ സ്നേഹത്തിൽ ആഴപ്പെട്ട് വളരാൻ വേണ്ടിയല്ലേ നമ്മൾ പരിശ്രമിക്കുന്നത്? നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. പത്രോസ്ലിയോട് നമ്മൾ ആദ്യ ദിവസം ചിന്തിച്ചില്ലേ? പത്രോസ്ലിയോട് ചോദിച്ചു, നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഇതുപോലെ ഈശോ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഈശോയെ സ്നേഹിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈശോ തരുന്ന വാഗ്ദാനമാണ്, ഞാൻ നിന്നെ മറക്കില്ല. ദാനിയേൽ പറയാണ്, കർത്താവേ, അങ്ങേ സ്നേഹിച്ചവരെ അങ്ങ് ഒരിക്കലും മറക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒത്തിരി നിയോഗങ്ങൾ നിങ്ങൾക്കുണ്ടാകാം, ഒത്തിരി പ്രാർത്ഥനകൾ നിങ്ങൾക്കുണ്ടാകാം.
ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബം മുഴുവനായിട്ട് ഒരു വലിയ സ്ട്രഗിളിലൂടെ, ഒരു വേദനയിലൂടെ കടന്നു പോകുമായിരിക്കാം. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയായിരിക്കാം. ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചേക്കണം. ഒത്തിരി വലിയ പ്രാർത്ഥനകൾ നടത്തി ഒന്നും ഉത്തരം കിട്ടുന്നില്ല, സാരമില്ല, നിഷ്കളങ്കമായിട്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാവോ? 25-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച പോലെ, 14-ാമത്തെ ഈ അധ്യായത്തിൽ ദാനിയേൽ പ്രാർത്ഥിച്ച പോലെ, ദൈവമേ നീ എന്നെ ഓർത്തല്ലോ, നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരിക്കലും മറക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കുള്ളൊരു ഉറപ്പാണ്, ഈശോ നിങ്ങളെ മറക്കില്ല. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് കാലത്ത് ഈശോയുടെ പീഡാസഹനങ്ങളൊക്കെ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോ നമ്മളെ ഓർക്കും. ഇന്നലെ തന്ന ഹോംവർക്ക് നിങ്ങൾ ചെയ്തായിരുന്നോ? ലൂക്ക 22-23 അധ്യായങ്ങളൊന്ന് വായിക്കാൻ പറഞ്ഞായിരുന്നു. അത് നിങ്ങളൊന്ന് വായിക്കണം, ഒന്ന് ആവർത്തിച്ച് വായിക്കണം. കർത്താവ് അനുഭവിച്ച പീഡകളൊക്കെ ഓർക്കുമ്പോൾ ഈശോ നമ്മളെ ഓർക്കും. സ്നേഹിക്കുന്നവരെ കർത്താവ് മറക്കത്തില്ല. ഈശോയോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഇന്ന് ഈ ധ്യാനത്തിൻ്റെ ഈ 3-ാമത്തെ ദിവസം അങ്ങയുടെ വചനം കേൾക്കുന്ന ഞങ്ങളെ അങ്ങ് ഓർക്കണമേ. ഈ വചനം ഞങ്ങൾ കേൾക്കുന്നത് അങ്ങയോടുള്ള സ്നേഹത്താലാണ്. ഇന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുന്നത് അങ്ങയോടുള്ള സ്നേഹത്താലാണ്. ഈ നോമ്പിൽ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത് അങ്ങയോടുള്ള സ്നേഹത്താലാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ചകൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നത്, ഈസ്റ്ററിന് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുങ്ങുന്നത് അങ്ങയോടുള്ള സ്നേഹത്താലാണ്. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് മറക്കില്ലല്ലോ, അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ, അങ്ങ് പരിഗണിക്കുന്നുണ്ടല്ലോ, അങ്ങ് കരുതുന്നുണ്ടല്ലോ. എന്നെയും അങ്ങ് പരിഗണിക്കണമേ, കരുതണമേ. ആമേൻ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഈ സങ്കീർത്തകൻ തന്നെ, ദാവീദ് തന്നെ വീണ്ടും നമുക്കൊരു ഉറപ്പ് തരുന്നുണ്ട്. 40-ാമത്തെ സങ്കീർത്തനം, പിന്നീട് സമയമെടുത്ത് വായിച്ചാൽ മതി. 40-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് അവസാനത്തെ വാക്യം 40-17, കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു, അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ച് കരുതലുണ്ടായിരുന്നു. എന്തൊരു സുന്ദരമായ വാക്യമാണ്. 40-ാം സങ്കീർത്തനം എടുക്കാവേ, അതിൻ്റെ 5-ാമത്തെ വാക്യം, Psalm 40:5. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. ഈശോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ദാവീദ് ഒരു ബോധ്യം തരികയാണ്. നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമ്മളെ ശ്രദ്ധിച്ചതുകൊണ്ടും നമ്മളെ ഓർത്തതുകൊണ്ടും നമ്മളെ പരിഗണിച്ചതുകൊണ്ടും നമ്മളെക്കുറിച്ച് കരുതലുള്ളത് കൊണ്ടുമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. ഏത് അത്ഭുതങ്ങളും നമ്മൾ ചിന്തിച്ചാൽ ഇപ്പം നമ്മൾ ഈ ശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു, ഒരു അത്ഭുതമല്ലേ? അതിന് പറ്റാത്ത ആളുകളില്ലേ? രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരില്ലേ? ഇന്നും മരണം വന്ന് വിളിച്ചുകൊണ്ട് പോയവരില്ലേ? എന്നാൽ നമുക്കിതാ ഇന്നും ഈ ഒരു ധ്യാനം കേൾക്കാൻ പറ്റുന്നു, നമുക്ക് ഈശോയെ ആരാധിക്കാൻ പറ്റുന്നു, ശ്വാസം എടുക്കാൻ പറ്റുന്നു. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളാണ്. എന്തുകൊണ്ടാണ് അത്ഭുതം ചെയ്തത്? അവൻ നിൻ്റെ കാര്യത്തിൽ, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു. 40-ാം സങ്കീർത്തനം അവസാനിക്കുന്നത് ഒരു പ്രാർത്ഥന പറഞ്ഞുകൊണ്ടാണ്. ദാവീദ് ഇങ്ങനെ പറയും, കർത്താവേ ഞാനിങ്ങനെ മുറിയപ്പെട്ട് നിൽക്കുകയാണ്, ഞാൻ ദരിദ്രനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, എങ്കിലും അങ്ങേക്ക് എന്നെക്കുറിച്ച് കരുതലുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. വചനം ഒന്ന് ഒരുമിച്ച് വായിക്കാവോ? 40-17. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊന്ന് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത് വിശ്വസിക്കാവോ? ഇപ്പോൾ ആയിരിക്കുന്ന ആ സ്ഥലത്ത് ഒരു നിമിഷം ഒന്ന് നിന്ന് ഒന്ന് പോസ് ചെയ്തിട്ട് വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടൊന്ന് പറയാമോ? ഞാൻ ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, എങ്കിലും കർത്താവിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്കത് പറയാം. ദാരിദ്ര്യത്തെക്കുറിച്ചോ പാവപ്പെട്ട അവസ്ഥയെക്കുറിച്ചൊന്നും അല്ല. ഒരു പക്ഷേ കീറിമുറിഞ്ഞ് നിൽക്കുകയായിരിക്കാം, ചതിക്കപ്പെട്ട് നിൽക്കുകയായിരിക്കാം, ഒരു സങ്കടത്തിൽ നിൽക്കുകയായിരിക്കും, ഒരു കൺഫ്യൂഷൻ നിൽക്കുകയായിരിക്കാം. ഈശോട് അത് പറ, ഈശോ ഞാനൊരു കൺഫ്യൂഷനിലാണ്, ഞാനിപ്പോൾ വേദനിച്ച് നിൽക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങേക്ക് എന്നെക്കുറിച്ച് കരുതലുണ്ട്, അങ്ങ് എന്നെ ഓർക്കുന്നുണ്ട്, എന്നെ ഓർക്കണമേ. ദാനിയേലിലൂടെ കർത്താവ് വീണ്ടും ഉറപ്പ് തരും, ഞാൻ നിന്നെ മറക്കില്ല, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ മറക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. കർത്താവിനോട് പറയാം, എന്നെ ഓർക്കണമേ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നൊരു വിഷയം മുമ്പേ പറഞ്ഞ പോലെ ഈ ഒരു വാക്കാണ്, ഓർക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. പുതിയ നിയമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ എടുക്കും, പ്രത്യേകിച്ച് നോമ്പിൻ്റെ ചിന്തകളുമായിട്ടൊക്കെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഓർക്കണേ കർത്താവേ എന്ന് ഈ ഒരു പ്രാർത്ഥന പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നല്ല സുന്ദരമായൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് സംഭവിച്ച അത്ഭുതം എന്താണെന്നറിയോ? അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. മറ്റു പ്രാർത്ഥനകളൊക്കെ ഈശോ ചില സമയത്തൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പെട്ടെന്ന് ഈശോ ഉത്തരം തന്ന അത്ഭുതങ്ങളിൽ പ്രാർത്ഥനകളൊന്നാണിത്. നമ്മൾ പഴയ നിയമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. യാബേസിൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ? യാബേസ് പ്രാർത്ഥിച്ചു, കർത്താവ് ഉടനെ അത് കേട്ടു, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുത്തു. 2 സാമുവേൽ 24-ാമത്തെ അധ്യായം അവസാനത്തെ വാക്യം, ദാനിയേൽ വില കൊടുത്ത് ബലിയർപ്പിച്ചു, അവൻ പ്രാർത്ഥിച്ച ഉടനെ കർത്താവ് പ്രാർത്ഥന കേട്ടു, ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി. പ്രാർത്ഥിച്ചു, കർത്താവ് പെട്ടെന്ന് ഉത്തരം കൊടുത്തു. ഒത്തിരി അത്ഭുതങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലെ സുന്ദരമായ മറ്റൊരു ഉദാഹരണമാണ് രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിപ്പോയി തൊട്ടു. 10 ദിവസം കഴിഞ്ഞിട്ടല്ല, 1 വർഷം കഴിഞ്ഞിട്ടല്ല. മർക്കോസ് ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്, ഉടനെ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇമ്മീഡിയറ്റ്ലി പവർ വെന്റ് ഔട്ട് ഫ്രം ഹിം. ഈശോയിൽ നിന്ന് ഉടനെ ശക്തി പുറപ്പെട്ട് അവളെ സൗഖ്യപ്പെടുത്തി എന്ന് പറയുക.
എന്താണെന്ന് വെച്ചാൽ ഒരു അത്രയും വിശ്വാസത്തോടെ സ്നേഹത്തോടെയുള്ള ഒരു സ്പർശനം, ഒരു പ്രാർത്ഥന, അതിന് ഉത്തരം വൈകിയില്ല, പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്ന്. ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ കാണും ഈ നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ നോമ്പുകാല ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വായിക്കുന്ന ലൂക്കാസ് 22, 23 അധ്യായങ്ങളൊക്കെ ഇന്നലെ നിങ്ങൾ വായിച്ചല്ലോ. അതിലെ ഒരു കുഞ്ഞു ഭാഗം എടുത്താൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഈ പുതിയ നിയമത്തിൽ ഇങ്ങനെ എന്നെ ഓർക്കണമേ എന്ന് നമ്മളെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നത് ഒരു പേരില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ യാബേസിൻ്റെ പ്രാർത്ഥന നമ്മൾ കണ്ടു, രക്തസ്രാവക്കാരി സ്ത്രീക്ക് പേരില്ല. ഇതുപോലെ തന്നെ പേരില്ലാത്ത, ഒരുപക്ഷെ അവഗണിച്ച് കളഞ്ഞേക്കാവുന്ന, എന്നാൽ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ഈശോയുടെ പീഡാസകനവുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ് ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത്. ആള് അത്ര വെടിപ്പൊന്നും ആയിരുന്നില്ല, പക്ഷേ നല്ല വെടിപ്പുള്ളൊരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റാരും അല്ലത്. ഓർത്തിരിക്കാൻ ഇല്ലെങ്കിൽ മറന്നു കളയാനോ ഒക്കെ ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്ന നല്ല ഒരു ഒന്നാന്തരം പാപിയായൊരു മനുഷ്യൻ, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ. അയാൾ ചെയ്ത തെറ്റിൻ്റെ കാഠിന്യമനുസരിച്ച് ആ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ മേടിച്ച് മരണം കാത്തു കിടക്കുന്ന ഒരു സമയത്താണ് അയാളുടെ ഉള്ളിലൊരു ബോധ്യം കിട്ടി. അയാൾ ഈ സുന്ദരമായ പ്രാർത്ഥന നടത്തുന്നത്, എന്നെ ഓർക്കണമേ. ഇതാരാന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോ? ഇല്ലെങ്കിൽ ലൂക്കാ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. ലൂക്ക 22, 23 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കണം. ലൂക്ക 23 അതിൻ്റെ 42 മുതലുള്ള വാക്യങ്ങളാണ്. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സമയത്ത് നടക്കുന്നൊരു കാര്യമാണ്. 42, 43 വാക്യങ്ങൾ. അവൻ തുടർന്നു, യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഒന്നുകൂടെ എല്ലാവരും ചേർന്ന് വായിക്കാമോ? യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 40 പറഞ്ഞതും സങ്കീർത്തനം 25 പറഞ്ഞതും ദാനിയേലിൻ്റെ ജീവിതമൊക്കെ കണ്ടതുമൊക്കെ നമ്മളിപ്പോൾ ഓർമ്മയിൽ വന്നില്ലേ? ഓർക്കണേ, എന്നെ മറക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാ പുതിയ നിയമത്തിൽ ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചിരുന്ന ആരാന്ന് നോക്കിയേ? ഒരു കള്ളൻ. അത്ര നല്ലൊരു ഒരു പാസ്റ്റുള്ള ആളല്ല, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. അയാൾ ചെയ്ത തെറ്റ് അത്ര കഠിനമായതുകൊണ്ട് മുമ്പേ പറഞ്ഞ പോലെ ആ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കുരിശ് മരണത്തിന് വിധിക്കപ്പെട്ട് നിൽക്കുകയാണ്. അയാൾ ഇപ്പം മരിക്കാൻ പോവാണ്. ആ മരണത്തിൻ്റെ സമയത്ത് അയാളൊരു പ്രാർത്ഥന നടത്തുകയാണ്. പ്രാർത്ഥന പഠിപ്പിച്ചു തരികയാണ് നമ്മളെ, എന്നെ ഓർക്കണേ എന്ന്. ഈശോയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പറയാണ്, യേശുവേ, നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണേ, എന്നെ മറന്നു കളഞ്ഞേക്കല്ലേ എന്ന്. എന്ത് ചെയ്ത ഒത്തിരി നന്മകളൊന്നുമില്ല, ചെയ്തത് മുഴുവൻ തെറ്റുകളേ ഉള്ളൂ. പക്ഷേ അവസാന നിമിഷം കടന്നൊരു പ്രാർത്ഥന നടത്തുകയാണ്, എന്നെ ഓർക്കണമേ. എന്നാ സംഭവിച്ചെന്നറിയോ? ഈശോ പറഞ്ഞു, നീ കുരിശേന്ന് ഇറങ്ങിപ്പോ, പോയി ഒന്ന് കുമ്പസാരിച്ചിട്ട് വാ, നീ ഒന്ന് മാനസാന്തരപ്പെട്ടു വാ, 10 കൊല്ലം കഴിഞ്ഞിട്ട് വാ, ഞാൻ നിൻ്റെ പാപമൊക്കെ ക്ഷമിച്ച് ഞാൻ ഒന്ന് പരിഗണിക്കാം എന്നൊന്നും അല്ല പറഞ്ഞത്. വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അവൻ്റെ പ്രാർത്ഥന അപ്പം തന്നെ ഈശോ കേട്ടു. 23-ാമത്തെ അധ്യായത്തിൽ 43-ാം വാക്യം വായിച്ചേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. നമ്മൾ ഈ കള്ളനെക്കുറിച്ചൊക്കെ പറയും, നല്ല കള്ളൻ എന്നൊക്കെ പറയുന്നുണ്ട്. കട്ടു, അവൻ എന്ത് കട്ടു? അവൻ പറുദീസ മോഷ്ടിച്ചെടുത്തു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ, ചിന്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർക്ക് അവനെക്കുറിച്ച്, ഈ കള്ളനെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, അവൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന ഉടനെ കർത്താവ് കേട്ടു. ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ഉണർത്തുപാട്ടായി മാറണം. കുരിശേ കടക്കുമ്പോഴും ചിലപ്പോൾ ഏറ്റവും വലിയ വേദനയിലും നമ്മളൊന്ന് ഏറ്റവും സിമ്പിളായിട്ട് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവെ, എനിക്ക് ഇനി ഒരു പിടിവള്ളിയില്ല, എനിക്കിനി മുമ്പോട്ട് എന്നാന്ന് അറിഞ്ഞുകൂടാ, കൺമുമ്പിൽ മരണമാണ് വരാൻ പോകുന്നത്, ഞാൻ ഈ സമയവും പ്രാർത്ഥിക്കുകയാണ്, നിന്നെ മാത്രം നോക്കി പ്രാർത്ഥിക്കുകയാണ്, എന്നെ ഒന്ന് ഓർത്തേക്കണേ എന്നുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സിമ്പിളായ അത്ര ശക്തമായൊരു പ്രാർത്ഥന അത് ഉടനെ കേട്ടു. കർത്താവ് വാഗ്ദാനം കൊടുത്ത്, നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. നമ്മൾ ഒത്തിരി പ്രാർത്ഥനകൾ നടത്തിയിട്ടില്ലേ? ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടില്ലേ? ഇതാ മറ്റൊരു ധ്യാനത്തിലൂടെയും കൂടെ നമ്മൾ കടന്നു പോവാണ്. എല്ലാ ധ്യാനത്തിനും നമ്മൾ ചില നിയോഗങ്ങൾ വെക്കും, നമ്മൾ പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കും. കർത്താവേ, ഇതിന് എന്ന് ഉത്തരം കിട്ടുമെന്നൊക്കെ ഓർത്ത് നമുക്ക് നിരാശ വരും. പക്ഷെ നോക്ക്, എന്ത് പ്രത്യാശയിലാണ് ഈ കള്ളം പ്രാർത്ഥിച്ചത്? എന്നെ പ്രത്യാശയുണ്ട്, അവൻ എന്നെ ഉറപ്പുണ്ട്, മരണമാണ് തൊട്ടു മുമ്പിൽ വരാൻ പോകുന്നത്. പക്ഷേ അവൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഈ നോമ്പുകാലത്ത് നമ്മൾ ഒത്തിരി സാക്രിഫൈസുകൾ എടുക്കുമ്പോൾ, ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുമ്പോൾ, നിഷ്കളങ്കമായ പ്രാർത്ഥന, അനുതാപത്തോടെയുള്ളൊരു പ്രാർത്ഥന ഈശോ കേൾക്കും. അത് നിങ്ങൾ ഏറ്റവും വലിയ പാപിയായിക്കൊള്ളട്ടെ. നമ്മൾ ഇന്നിപ്പോൾ ധ്യാനം കൂടുന്നു, ധ്യാനം നടത്തുന്നു, നമ്മൾ ചിലപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ ഏറ്റവും വലിയ പാപിയായിരിക്കും. പക്ഷേ ഏതൊരു പാപിക്കും അവസാന നിമിഷവും തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നും, അങ്ങനെ തിരിച്ചു വരാൻ തയ്യാറായാൽ കർത്താവ് ക്ഷമിച്ച് സ്നേഹിച്ച് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പറുദീസ തരാൻ പറ്റുമെന്നും നമ്മുടെ മുമ്പിൽ ഈ കള്ളൻ്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓർക്കണേ, നമ്മളീ പറയുമ്പോൾ നല്ല കള്ളൻ എന്നൊക്കെ പറയും, വലതുവശത്തെ കള്ളൻ എന്നൊക്കെ പറയും. നല്ല കള്ളൻ എന്നുള്ളത് തന്നെ ഒരു വിരോധാഭാസമാണ്, ഒരു കോൺട്രഡിക്ഷൻ അല്ലേ? നല്ല കള്ളൻ, അങ്ങനത്തെ ഒരു കള്ളൻ ഇല്ലല്ലോ, കള്ളനാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കില്ല. കള്ളൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേനും അയാൾ അപ്പുറത്തെ വീട്ടിലെ പിന്നെ തേങ്ങ മോഷ്ടിച്ചു, അയാൾ ഇപ്പുറത്തുനിന്ന് റബ്ബർ മോഷ്ടിച്ചു, ഇതൊന്നും അല്ല.
അയാൾ ചെയ്തത് ചെറിയ തെറ്റൊന്നുമല്ല, തല്ലുകൊള്ളേണ്ട ശിക്ഷയൊന്നുമല്ല, ചെറിയ തെറ്റല്ല. അവിടുത്തെ ശിക്ഷാരീതി അനുസരിച്ച് വേണമെങ്കിൽ 39 അടി കൊടുത്തിട്ട് വിടായിരുന്നു. അതൊന്നുമല്ല ആ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. അതും ദൈവദൂഷണത്തിനും രാജ്യത്തിനെതിരെ, രാജാവിനെതിരെ നടത്തുന്ന ഗൂഢാലോചനകൾക്കുമൊക്കെ കൊടുക്കുന്ന ശിക്ഷയാണ് ഏത്? കുരിശുമരണം. ഈശോയെ കുരിശിൽ തറച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുന്നത് എന്താണ്? ദൈവദൂഷണം പറഞ്ഞു, സീസറിനെതിരെ ഗൂഢാലോചന നടത്തി, തന്നെ ദൈവമാക്കി മാറ്റി. ഇതൊക്കെയായിരുന്നു ഈശോയ്ക്കെതിരെയുള്ള ആരോപണം. എന്നുവെച്ചാൽ കുരിശുമരണം ഒരാൾക്ക് കൊടുക്കുന്നത് ചെറിയ തെറ്റുകൾക്കല്ല. മാന്തി പറിച്ചു, കോഷ്ടി കാണിച്ചു, അപ്പുറത്തുനിന്ന് അടയ്ക്കാൻ മോഷ്ടിച്ചു, ഇതൊന്നുമല്ല. റോമിലെ സാഹചര്യം അനുസരിച്ച് ഇതുപോലെ ദൈവദൂഷണം, ദൈവത്തിന് തുല്യമായി നിൽക്കുന്ന, റോമക്കാരുടെ കണ്ണുകളിലൂടെ നോക്കിയാൽ ദൈവത്തിന് തുല്യമായി നിൽക്കുന്ന സീസറിനെതിരെ സംസാരിച്ചാൽ, അവൻ്റെ രാജ്യത്തിൻ്റെ അടിവേരുകൾ ഇറക്കാൻ ശ്രമിച്ചാൽ, അവനെ തട്ടി താഴെയിടാൻ ശ്രമിച്ചാൽ, ഇതുപോലെയുള്ള മാരകമായ തെറ്റുകൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്. ഗൂഢാലോചനയ്ക്കും രാജ്യത്തിനെതിരായുള്ള ഒരു ചിന്തകൾക്കൊക്കെ എതിരായിട്ട് കൊടുക്കുന്ന ശിക്ഷയാണത് കുരിശുമരണം. അപ്പം നല്ല കള്ളനൊന്നുമല്ല, നല്ല മോശം കള്ളനാണ്. അവൻ അത്രയും മോശമാണെന്ന് വെച്ചാൽ രാജ്യത്തിനെതിരെ മാത്രമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ലൂക്കാ സുവിശേഷം വായിക്കുമ്പോൾ മത്തായി സുവിശേഷത്തിലെ ഈ ഒരു ഭാഗം കൂടെ വായിക്കണം. 27-ാമത്തെ അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം. ഈ കുരിശിൽ കിടക്കുമ്പോൾ ഈശോയെ ഒത്തിരി പേരിങ്ങനെ കളിയാക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ഈശോയെ വെല്ലുവിളിക്കുന്നത് കാണുന്നില്ലേ? ഫരിസേയർ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ, വഴിയെ പോകുന്നവർ ഒക്കെ ഈശോയെ കളിയാക്കുന്നുണ്ട്. നീ ക്രിസ്തു ആണെങ്കിൽ ഇറങ്ങി വാ, നീ ദൈവോത്തരാണെങ്കിൽ ഇറങ്ങി വാ, നിനക്ക് തന്നെ രക്ഷിക്കാൻ പറ്റത്തില്ലേ? ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുമ്പോൾ മത്തായി സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. 27-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 44-ാമത്തെ വാക്യം, 43-ഉം 44-ഉം വാക്യങ്ങൾ വായിക്കാം. ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു, വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ. ചുറ്റും നിൽക്കുന്നവരൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത്. 44 ഉറക്കെ വായിക്കണം ചേർന്ന്. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു. ലൂക്കാ സുവിശേഷം മാത്രം വായിച്ചാൽ പോരാ, ഈ കുരിശാരോഹണത്തിൻ്റെ സമയത്ത് ഈശോയുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ 44-ാം വാക്യം എടുത്തു പറയാണ്, അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു. നമ്മളിങ്ങനെ പറയാറുണ്ട്, ഒരാൾ നല്ല കള്ളൻ, മറ്റേ ചീത്തക്കള്ളൻ. അല്ല, ഇവർ രണ്ടുപേരും മോശമാണ്. അവർ ചെയ്ത ഏറ്റവും വലിയ മോശം രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു, ഈ മരണശിക്ഷ അർഹിക്കുന്ന എന്തോ തെറ്റ് ചെയ്തു. മാത്രമല്ല കുരിശേ കിടക്കുന്ന സമയത്ത് അവർ വലിയൊരു തെറ്റ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇതുപോലെ പറഞ്ഞവനെ പരിഹസിച്ചു. എന്ന് വെച്ചാൽ രാജ്യത്തിനെതിരെ മാത്രമല്ല, അടുത്ത നിമിഷം അവന് കരുണ ചൊരിയാൻ പോകുന്ന, അടുത്ത നിമിഷം അവന് പറുദീസ കൊടുക്കാൻ പോകുന്ന ഈശോയെയും നല്ല നിർത്തി പൊരിച്ചവൻ. അവൻ കളിയാക്കി, അവൻ വിഷമിപ്പിച്ചു. എന്ന് വെച്ചാൽ ദൈവത്തിനെതിരെയും അവൻ മാരകമായ തെറ്റ് ചെയ്തു. നല്ല കള്ളനല്ല, തീർത്തും നല്ല കള്ളനല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ആ കള്ളനെ വീണ്ടും വീണ്ടും നമ്മൾ മോശമാക്കാൻ വേണ്ടിയിട്ടല്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും, ദൈവമേ, ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്ക്, ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ഒരു ഘോഷയാത്ര, കഴിഞ്ഞ കാലത്തിൻ്റെ കെട്ട ഓർമ്മകൾ, എനിക്ക് കരുണ ലഭിക്കുമോ? നമ്മൾ ചിലപ്പോൾ ചോദിച്ചു പോകും, ദൈവമേ എനിക്ക് ഒരു അർഹതയില്ല. ചില ആൾക്കാർ കുമ്പസാരത്തിന് പോകാറില്ല. എന്നാന്നറിയോ? പാപബോധമൊക്കെ ഉണ്ട്, പശ്ചാത്താപമൊക്കെ ഉണ്ട്, പക്ഷേ പാപമോചനത്തിലൊരു വിശ്വാസം വരുന്നില്ല. എന്തുകൊണ്ടാണ്? വേറെ ഒന്നും കൊണ്ടല്ല. ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ, ഞാൻ ഇത്രയും തെറ്റ് ചെയ്തതല്ലേ. ഒരു ധ്യാനമൊക്കെ കൂടി ഒരു വചനമൊക്കെ കേട്ട് ഒരു അനുഭവം ഉള്ളിലേക്ക് വരുന്നുണ്ടാവും, ഇത് ശരിയായില്ല, ഒന്ന് അനുദപിക്കാം, ഇനി മുന്നോട്ടൊക്കെ ജീവിക്കാം. പക്ഷേ കർത്താവ് ക്ഷമിക്കുമോ? പേടിയാണ്, സംശയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ഈ നല്ല കള്ളനെ ഈ അവസാന നിമിഷം കുരിശെ കിടന്നുകൊണ്ട് ഈശോ നമ്മുടെ മുമ്പിൽ ഈ ഒരു പാഠം അവതരിപ്പിക്കുകയാണ്. ഇത്രയും മോശപ്പെട്ട ഒരുത്തൻ, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ, മരിക്കുന്ന സമയത്ത് പോലും ദൈവത്തെ ദൂഷിച്ച് പറഞ്ഞ് കളിയാക്കിയവൻ, അവന് പോലും കർത്താവ് കൊടുത്തത് പറുദീസയാണ്. മകനെ, മകളെ, എന്നെ ഈശോ നോക്കി വിളിക്കുന്നതാണ്. നീ കുരിശെ കടന്നുകൊണ്ട് പോലും ഈ സഹനത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുരുകുമ്പോഴും അറിയാതെയെങ്കിലും നീ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോഴെങ്കിലും നീ അനുദപിച്ച് തിരിച്ചു വന്നോ. ഈ സമയം പോലും, നിൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് പോലും നിനക്ക് സ്വർഗം പറുദീസ വാഗ്ദാനം ചെയ്യാൻ നിനക്കത് തരാൻ പറ്റുന്നവനാണ് നിൻ്റെ കർത്താവ്. അവൻ അനുദപിച്ചു. അല്പം മുമ്പ് കർത്താവിനെ നോക്കി കളിയാക്കിയവൻ, അല്പം മുമ്പ് ദൈവത്തെ തള്ളി പറഞ്ഞവൻ, അല്പം മുമ്പ് ഒരുപക്ഷെ സ്വയം ശപിച്ചവൻ, ഇനി മരണമല്ലാതെ മറ്റൊന്നും ഇനി മുമ്പിലില്ല എന്ന് തിരിച്ചറിഞ്ഞവൻ ഒരു നിമിഷം കൊണ്ടൊന്ന് മാനസാന്തരപ്പെടുകയാണ്. അവൻ പറയുകയാണ് നിഷ്കളങ്കമായിട്ട്, എന്നെ ഒന്ന് ഓർത്തേക്കണേ. വലിയ പ്രാർത്ഥനകൾ നടത്തിയില്ല, ഈശോയെ എന്നെ ഒന്ന് ഓർത്തേക്കണേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുതാപത്തോടെയുള്ള ഒരൊറ്റ നിലവിളി കർത്താവ് കാലതാമസം വെച്ചില്ല, പെട്ടെന്ന് കർത്താവ് ഉത്തരം കൊടുത്തു. നമുക്ക് പലപ്പോഴും ഈശോ ഉത്തരം തരാൻ വൈകുന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ, നമുക്ക് കള്ളനോട് അസൂയൊന്നും തോന്നണ്ട. പക്ഷെ നമുക്കൊരു തിരിച്ചറിവ് വേണം, നമ്മുടെ ഉള്ളിലുള്ള പ്രാർത്ഥന അത്ര നിഷ്കളങ്കമാണോ?
നമ്മളത്ര അനുദപിച്ചിട്ടാണോ ഈ ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നത്? പല നിയോഗങ്ങളും നമ്മൾ സമർപ്പിക്കുമ്പോഴും അയോഗ്യതയോടുകൂടി നിന്നുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ വലിയ ബന്ധന പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ട്, നമ്മൾ വലിയ ബഹിഷ്കരണ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ഡൈനാമിറ്റ് കീയൊക്കെ തുറന്ന് തലയണയ്ക്കടി വെച്ചേക്കാണ്. എന്ന് വെച്ചാൽ ചില പാപങ്ങളെ ഓർത്ത് അനുദപിച്ചിട്ടില്ല, ചില പാപങ്ങൾ വിട്ടുകളയാൻ തയ്യാറല്ല, പക്ഷേ പ്രാർത്ഥന അപ്പോഴും തുടരുകയാണ്. ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഡൈനാമിറ്റ് താക്കോല് തുറന്നിട്ട് തലയണയ്ക്കടി വെച്ചിട്ട് ബന്ധന പ്രാർത്ഥന ചെല്ലുകൊണ്ട് കാര്യമില്ല, ഡൈനാമിറ്റ് പൊട്ടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ പാപം ഒഴിവാക്കാൻ തയ്യാറല്ല, ഈ പഴയ ജീവിതം ഒഴിവാക്കാൻ തയ്യാറല്ല. എന്നിട്ട് ഈശോയെ അനുഗ്രഹം തരണം, എന്നെ ഓർക്കണം. നോ, കർത്താവ് ഓർക്കണമെങ്കിൽ, കർത്താവ് പറുദീസ തരണമെങ്കിൽ ആദ്യം ഈ ബോംബെടുത്ത് മാറ്റണം, ആദ്യം ഈ തെറ്റ് ഒഴിവാക്കണം, ആദ്യം ഈ പാപം ഒഴിവാക്കണം. ഈ കള്ളൻ അനുദപിച്ചതിനെക്കുറിച്ച് നമ്മളിനി കാണാൻ പോവാണ്. അയാൾ എങ്ങനെയാണ് അയാളുടെ ഉള്ളിൽ മാനസാന്തരം സംഭവിച്ചത്? 1-2 സ്റ്റെപ്പുകളിലൂടെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ പത്രോസ്ലീഹ 1-2 സ്റ്റെപ്പുകളിലാണ് താഴേക്ക് വീണത്. ഇതുപോലെ തന്നെ ഈ കള്ളൻ 1-2 സ്റ്റെപ്പുകളിലൂടെയാണ് സ്വർഗത്തിലേക്ക് കയറി ചെല്ലുന്നത്. അത് നമ്മളൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാൻ പോവാണ്. നിങ്ങൾ നോട്ട് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ നോട്ട് ബുക്കിലേക്ക് ഒന്ന് എഴുതി വെക്കണം. ഒന്നാമത്തെ കാര്യം, അവൻ തിന്മയെ ശാസിച്ചു. അതൊന്ന് എഴുതി വെച്ചോ, അത് പറഞ്ഞു തരാം, നമുക്കൊന്ന് ഒരുമിച്ച് ധ്യാനിക്കാം. കള്ളൻ തിന്മയെ ശാസിച്ചു. ഒറ്റ കേൾവിയിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതന്നെ അവൻ തിന്മയൊന്നും ശാസിച്ചില്ലല്ലോ, അവൻ സാത്താനെ ഓടിച്ചില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമ്മളിതൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ആഴത്തിലൊന്ന് ധ്യാനിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ജീവിതത്തിലൊരു മാനസാന്തരം സംഭവിക്കണമെങ്കിൽ, യഥാർത്ഥ അനുതാപത്തോടെ നിഷ്കളങ്കതയോടെ കർത്താവിനോട് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ, അങ്ങനെ നമ്മുടെ ആ നിഷ്കളങ്കമായ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഈ കള്ളൻ ചെയ്തതുപോലെ ചില കാര്യങ്ങൾ ചെയ്യണം. കക്കാൻ പോകണമെന്നല്ല, അനുദപിക്കണം. എങ്ങനെ അനുദപിക്കണം? സ്റ്റെപ്പ് നമ്പർ 1, അവൻ തിന്മയെ ശാസിച്ചു. എങ്ങനെയാണ് അവൻ തിന്മയെ ശാസിച്ചത്? ലൂക്കാ സുവിശേഷം തന്നെ നമുക്കെടുക്കാം. 23-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 39-ാമത്തെ വാക്യം മുതൽ വായിക്കാം. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. 2 കള്ളന്മാരുണ്ട്. അവർ ഈശോ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നതായിട്ട് മത്തായി സുവിശേഷം അവതരിപ്പിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷം പറയുകയാണ് ഇനി ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റത്തെക്കുറിച്ച് ലൂക്കാ സുവിശേഷം പറയുകയാണ്. 39-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കണം. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ഈ സന്ദർഭം നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഒരാളെ ചിലപ്പോൾ നമ്മൾ നല്ല കള്ളനെന്നും മറ്റേയാളെ മോശം കള്ളനെന്നും പറയുന്നത്. ഇനി നല്ല കള്ളൻ ചെയ്ത കാര്യം ശ്രദ്ധിച്ചു. 40-ാം വാക്യം, അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ, നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ, ഈ നല്ല കള്ളൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഈ വിഷയത്തിലെ ഹീറോ, മറ്റേ ആൾ കർത്താവിനെ ദുഷിക്കുകയാണ്, കളിയാക്കുകയാണ്. കർത്താവിൻ്റെ ആ ദൈവത്വത്തെ തന്നെ, നീ ദൈവത്വമാണെങ്കിൽ ഇറങ്ങി വാ, നീ ക്രിസ്തുവല്ലേ, നിനക്ക് രക്ഷിക്കാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് ദുഷിച്ച് പറയുമ്പോൾ, ഈ അപരൻ, നമ്മുടെ ഈ ഹീറോ, നമ്മുടെ ഈ നല്ല കള്ളൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? അയാൾ പറഞ്ഞ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. 40-ാം വാക്യം, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ, നീയും അതേ ശിക്ഷാവിധിക്ക് അർഹനല്ലേ. അത് പറയുമ്പോൾ എങ്ങനെ പറഞ്ഞുവെന്ന് ലൂക്കാ സുവിശേഷം അവതരിപ്പിക്കുന്നുണ്ട്. അപരൻ അവനെ ശകാരിച്ചുകൊണ്ട് പറയണം, ശാസിച്ചുകൊണ്ട് പറയണം. ചുമ്മാ തിരുത്തുകയല്ല, ശകാരിക്കുക, ശാസിക്കുക. നമ്മളിത് എടുത്തേക്കുന്ന ലൂക്കാ സുവിശേഷത്തിലായതുകൊണ്ട് പല തവണയായിട്ട് ഈ സുവിശേഷങ്ങളിൽ ഇത് കാണുന്നുണ്ട്. ശാസിച്ചു, ശകാരിച്ചു. ഇത് ചുമ്മാ വഴക്കുണ്ടാക്കി ഒച്ചത്തിൽ സംസാരിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് ലൂക്കാ സുവിശേഷം എടുത്ത് പറയുന്നുണ്ട്, ശാസിക്കുന്നത് എപ്പോഴും ശത്രുവിനെയാണ്, ശാസിക്കുന്നത് എപ്പോഴും തിന്മയാണ്, ശാസിക്കുന്നത് എപ്പോഴും തെറ്റായ കാര്യങ്ങളെയാണ്, ശാസിക്കുന്നത് എപ്പോഴും നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷങ്ങളിൽ ശാസിക്കുന്നതായിട്ട് കാണുക. പ്രത്യേകിച്ച് ഈശോ ശാസിക്കുന്നുണ്ട്. ഈശോ തിന്മയെ ശാസിക്കുന്നു, ശകാരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കണം. ഒരു കുറച്ച് സമയത്തേക്ക് ഈശോ തിന്മയെ ശാസിച്ചതുപോലെ തിന്മയായ വാക്കുകളെ അത് പറയുന്ന വ്യക്തിയെ ഈ കള്ളൻ ശാസിക്കുകയാണ്. പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ കൂടെ ചിന്തിച്ച് ധ്യാനിക്കണേ. ഈശോ തിന്മയെ ശാസിച്ചതുപോലെ ഈ തിന്മയുടെ സ്വരത്തെ, ഈ മോശപ്പെട്ട കള്ളൻ്റെ നാവിൽ നിന്ന് വരുന്ന തിന്മയുടെ ഈ സ്വരത്തെ ശകാരിക്കുകയാണ്, ശാസിക്കുകയാണ്. നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി 1-2 വചനങ്ങൾ എടുക്കാം. ലൂക്കാ സുവിശേഷത്തിൽ തന്നെ 4-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. ലൂക്കായിലാണ് ഈ വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുക. പ്രത്യേകിച്ച് ഈ ഒരു അർത്ഥത്തിൽ നമുക്കത് വായിക്കാൻ പറ്റുന്നത്. ലൂക്കാ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം, 4:35. പിശാചുബാധനെ സൗഖ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ്. 4:35 വായിക്കാം. ഈശോ അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടു പോവുക. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. ഈശോ പിശാചുബാധനെ സൗഖ്യപ്പെടുത്തുകയാണ്. പിശാചിനെ എന്നാ ഈശോ ചെയ്യുന്നത്? ഇറങ്ങിപ്പോകാവോ എന്ന് ചോദിക്കുകയല്ല, ഇറങ്ങ് എന്ന് ചുമ്മാ നിർബന്ധം പിടിക്കുകയല്ല, ശാസിക്കുകയാണ്, ശകാരിക്കുകയാണ്.
വചനം ഒന്നുകൂടെ കേട്ടെ. ഈശോ അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്. ആരോടാ പറയുന്നത്? പിശാചിനോട് പറയണം, മിണ്ടരുത്, തിരുത്തുകയാണ്. ഇനി നീ ശബ്ദിക്കരുത്, നാവ് അടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പിശാചിനോട് മിണ്ടരുതെന്ന് പറഞ്ഞതുപോലെ ഇതാ ഈ കള്ളൻ ശകാരിക്കുകയാണ്, അവൻ്റെ വാക്കുകളെ നിശബ്ദമാക്കുകയാണ്. നിനക്കിത് പറയാനുള്ള അർഹതയില്ല, നമുക്ക് ഈ തെറ്റ്, നമ്മൾ ചെയ്ത തെറ്റിന് നമുക്ക് ശിക്ഷയ്ക്ക് അർഹനാണ്. നീ ഇപ്പം പറയുന്ന ഈ ദൈവദോഷം, ഈ വെല്ലുവിളി, ഈ പരിഹാസം, ഈ ദൈവത്തിന് നിരക്കാത്ത കാര്യം നീ നിർത്തണമെന്ന് കള്ളൻ ശാസിക്കുകയാണ്. ഈശോ പിശാചിൻ്റെ സ്വരത്തെ ശാസിച്ചതുപോലെ കള്ളൻ ഈ തിന്മയുടെ സ്വരത്തെ, ഈ എതിർ ശബ്ദത്തെ, ക്രിസ്തുവിനെതിരായി പോയ കള്ളൻ്റെ, മോശപ്പെട്ട കള്ളൻ്റെ സ്വരത്തെ ശാസിക്കുകയാണ്. തിന്മയെ നിങ്ങൾക്ക് ചെറുക്കണമെങ്കിൽ, മാനസാന്തരപ്പെടണമെങ്കിൽ ആദ്യത്തെ വഴി പിശാചിൻ്റെ ശബ്ദത്തെ ശാസിക്കുക എന്നുള്ളതാണ്. മറ്റൊരു വചനം എടുക്കാം. 4-ാമത്തെ അധ്യായത്തിൽ തന്നെ 39-ാമത്തെ വാക്യം. ഈശോ ശിമയോൻ്റെ ഭവനത്തിൽ ഒരു സൗഖ്യം നൽകുന്നതിനെ കുറിച്ചാണ്. 4:39. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു, അതവളെ വിട്ടുമാറി. ഈശോ സൗഖ്യപ്പെടുത്തുകയാണ്. മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ കൈമേലാത്ത ഒരാൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കൈവേദനയെ ശാസിക്കുകയല്ല. നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത ഒരാൾ ഈശോയുടെ മുമ്പിൽ വന്ന് നിന്ന് എനിക്ക് സൗഖ്യം തരണേ എന്ന് പറയുമ്പോൾ അന്ധതയെ ശാസിക്കുകയല്ല ഈശോ. പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യുകയാണ്. ശിമയോൻ്റെ വീട്ടിൽ ഒരു സൗഖ്യം നടത്തുന്നു, പനിയെ ശാസിക്കുകയാണ്. നമ്മൾ വിചാരിക്കും പനീനെ എന്തിനാണ് ശാസിക്കുന്നത്, മരുന്ന് കൊടുത്താൽ പോരെ. ഇല്ല, ഈശോ ബാക്കി സൗഖ്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സൗഖ്യപ്പെടട്ടെ, പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു, കിടക്കെടുത്ത് പോ എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാ ഈ പിശാച് ബാധിതനെ സൗഖ്യപ്പെടുത്തിയ ഉടനെ സംഭവിക്കുന്ന ഒരു അത്ഭുതത്തെയാണ് ലൂക്ക അവതരിപ്പിച്ചിരിക്കുന്നത്. ഈശോ സിനഗോഗിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് കഫർനാമിൽ വെച്ച് വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഇത് വെറും പനിയല്ല, ഒരു പക്ഷേ നമ്മുടെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തിന്മയെ, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്ന ചില പാപലഹരികളെ, നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന മരണം കൃത്യസമയത്ത് വന്നേക്കാം, പക്ഷേ ആ മരണം വിളിച്ചു വരുത്തുന്ന ആത്മഹത്യാപരമായ കാര്യങ്ങളെ, ശരീരത്തെ കാർന്നു തിന്നുന്ന രോഗങ്ങളെ, ആ രോഗത്തിന് കാരണം ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയെ ഈശോ ശാസിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ രോഗങ്ങളും നമ്മുടെ പാപങ്ങൾ കാരണം വരുന്നതല്ല, എന്നാൽ പാപങ്ങൾ കാരണം വരുന്ന രോഗങ്ങളില്ലേ. ഒരാൾ കഠിനമായിട്ട് മദ്യപിക്കുന്നു, ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു, ഒരാൾ ശാരീരികമായ തെറ്റുകൾ ആവർത്തിച്ചാവർത്തി ചെയ്യുന്നു. ആ തെറ്റിൻ്റെ പരിണിതഫലമായിട്ട് ശരീരത്തിൽ രോഗം വരാം. ശിമയോൻ്റെ അമ്മായിയമ്മ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തുകൊണ്ട് വന്ന പനിയാണെന്നല്ല പറയണത്, പക്ഷേ ഈശോ ഒരു സൂചന തരികയാണ്. നിൻ്റെ ശരീരത്തെ കാർന്നു തിന്നുന്നത്, നിൻ്റെ ആത്മാവിനെ കാർന്നു തിന്നുന്ന, നിൻ്റെ മനസ്സിനെ കാർന്നു തിന്നുന്ന ഈ രോഗം ഒരു തിന്മ വരുത്തിയതാണെങ്കിൽ ആ തിന്മയോട് കർത്താവ് ചുമ്മാ പൊക്കോളാനല്ല പറയുന്നത്, നിന്നോട് പാപം ക്ഷമിച്ചു എന്നല്ല പറയുന്നത്, തിന്മയെ കർത്താവ് ശാസിക്കുന്നു. രണ്ടാമത്തെ ഉദാഹരണമാണ് കള്ളൻ ശാസിക്കുന്നു. ഈശോ പിശാചിനെ ശാസിച്ചതുപോലെ, ഈശോ നന്മയെ തടസ്സപ്പെടുത്തുന്ന ഈ പനിയെ ശാസിച്ചതുപോലെ, ഈ കള്ളൻ ഈശോയുടെ സ്വരം പോലെ ഏറ്റെടുത്തുകൊണ്ട് തിന്മയുടെ സ്വരത്തെ, നന്മയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ ശാസിക്കുകയാണ്. ഒരു ഉദാഹരണം കൂടെ വായിച്ചാൽ നമുക്കിത് കുറച്ചുകൂടെ മനസ്സിലാവും. 4-ാമത്തെ അധ്യായത്തിൽ തന്നെ 41-ാമത്തെ വാക്യം, 4:41 വായിച്ചേ. നീ ദൈവപുത്രനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുകൾ വിട്ടുപോയി, അവൻ അവയെ ശാസിച്ചു. അതേ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നിങ്ങൾ ശിമയോൻ്റെ അമ്മായിയമ്മയുടെ ഈ പനി സൗഖ്യപ്പെടുന്ന ഓർക്കുമ്പോൾ ചുമ്മാ ഒരു രോഗം മാറിയതായിട്ട് കാണരുത്. മുകളിൽ പിശാചിനെ പുറത്താക്കുന്നു, തൊട്ട് താഴെയും പിശാചുകളെ പുറത്താക്കുന്നു. രണ്ടും നടക്കുന്നത് ശാസന വഴിയാണ്, ശകാരം വഴിയാണ്. അതിനിടയ്ക്ക് ഈശോ ഈ പനിയെയും ശാസിക്കുകയാണ്. നമുക്കൊരു ബോധ്യം തന്നെ, ഈ രണ്ട് ബോക്സിനിടയിൽ ലൂക്കാ സുവിശേഷം ഇത് അവതരിപ്പിക്കുന്നത് ഈ പനി വെറൊരു പനിയല്ല, ഇതൊരു തിന്മയുടെ പ്രവർത്തനമാണ്. ആ തിന്മയുടെ പ്രവർത്തനത്തെ ശാസിച്ച് പുറത്താക്കണം. ഇതേ അനുഭവമാണ് നമ്മൾ കുരിശിൽ വെച്ച് കാണുക. നല്ല കള്ളൻ ശകാരിക്കുകയാണ്, ശാസിക്കുകയാണ്. അടുത്തുള്ള കള്ളനെ, അടുത്തുള്ള തെറ്റിനെ അവൻ ശാസിക്കുകയാണ്. അവൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വരത്തെ ഈ കള്ളൻ ശാസിക്കുകയാണ്. അവൻ നല്ല കള്ളനായത് പറുദീസ മോഷ്ടിച്ചെടുത്തുകൊണ്ടല്ല, അവൻ നല്ല കള്ളനായത് ഈശോയുടെ സ്വരമായി അവൻ മാറി തിന്മയ്ക്കെതിരെ അവൻ ശബ്ദിച്ചു, ശാസിച്ചു, ശകാരിച്ച് ആ ശബ്ദത്തെ നിശബ്ദമാക്കി മാറ്റി. ഇവിടെയാണ് ഈ കള്ളൻ പ്രത്യേകത അർഹിക്കുക. ഇതുകൊണ്ടാണ് ആ കള്ളനെ സുവിശേഷം അത്ര പ്രാധാന്യത്തോടു കൂടി കാണുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്തിൻ്റെ സമയത്ത് നന്നായിട്ട് കുമ്പസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ചില പാപങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായ ഒരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഒന്നാമത്തെ സ്റ്റെപ്പ് മറന്നു പോകരുത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആ തിന്മയെ നിങ്ങൾ ശാസിക്കണം. നമ്മുടെ ആത്മീയതയിൽ പറ്റിപ്പോകുന്ന ഒരു അബദ്ധം എന്നാണെന്നറിയോ? ഇതൊരു അബദ്ധമാണെന്നാണ് തോന്നുന്നത്. ഈശോ ഒരു സൈഡിലുണ്ട്, പിശാചു ഒരു സൈഡിലുണ്ട്. രണ്ടുപേരും അവിടെ ഉണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ഈശോയുണ്ട്, നമ്മളെ കുഴിയിലേക്ക് ചാടിക്കുന്ന പിശാചുണ്ട്. നമുക്ക് പറ്റിപ്പോകുന്ന ഒരു അബദ്ധം എന്നാണെന്നറിയോ? ഈശോയോട് നമ്മളിങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കും. പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ല്. നമ്മളീ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നു, നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, നമ്മളിങ്ങനെ ഈശോയോട് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്.
തെറ്റാണോ? തെറ്റല്ല. പക്ഷെ ഒരു അബദ്ധം സംഭവിക്കാം. ഈശോയോട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഈശോ പറയുന്നത് കേൾക്കാൻ സമയമില്ലാത്ത ആത്മീയ മനുഷ്യരായിട്ട് നമ്മൾ ചിലപ്പോൾ മാറുന്നുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈശോയെ അത്, ഈശോയെ ഇത്, ഈശോയെ അത് വേണം, ഈശോയെ ഇത് പോകണം, ഇതിങ്ങനെ അങ്ങോട്ട് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ എന്താ ഇങ്ങോട്ട് പറയുന്നത്? കേൾക്കുന്നില്ല. ആത്മീയതയിൽ വരുന്ന ഒരു അബദ്ധമാണ്. ഇനി അപ്പുറത്തെ സൈഡിൽ പിശാചുണ്ട്. ഈ പിശാചിൻ്റെ അടുത്ത് തന്നെ സംഭവിക്കുന്നത്, അവൻ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈശോയോട് സംസാരിക്കുന്നു, പിശാച് നമ്മളോട് സംസാരിക്കുന്നു. പ്രലോഭനങ്ങളെയൊക്കെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. അത് ചെയ്യ്, ഇത് ചെയ്യ്, അത് വേണ്ടേ, അത് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പിശാച് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ കേൾക്കുകയാണ്. വീണ്ടും തെറ്റിദ്ധരിക്കരുത്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ് അവൻ്റെ സ്വരം നമ്മൾ കേട്ടത് കൊണ്ടാണ്. പിശാചിൻ്റെ സ്വരം കേട്ടു. എന്നായിരുന്നു ചെയ്യേണ്ടതെന്നറിയോ? പിശാചിനോട് നമ്മൾ സംസാരിക്കണം. അച്ഛൻ വഴിതെറ്റിക്കാണ് നിങ്ങൾ ചിന്തിക്കല്ലേ. ഈശോയോട് സംസാരിക്കുന്നത് കുറച്ച് പിശാചിനോട് സംസാരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ദോസ്തുക്കളാകാൻ, കൂട്ടുകാരാകാനല്ല പറയുന്നത്. നിങ്ങൾ അല്പസമയം ഈശോയോടുള്ള സംസാരം നിർത്തി ഈശോ പറയുന്നത് കൂടുതൽ കേൾക്കാൻ തുടങ്ങുക. ജീവിതം മാറും. ഇനി ഇപ്പുറത്തെ സൈഡിൽ പിശാച് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലായിരിക്കും, വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവൻ പ്രലോഭിച്ചുകൊണ്ട് പുറകെ നടക്കുന്നുണ്ടല്ലോ. അവനോട് നിങ്ങൾ സംസാരിക്കണം. പിശാച് കുട്ടാ സുഖമാണോ എന്നുള്ള സംസാരമല്ല ഇവിടെ സംസാരിക്കുന്നത്. ഈശോ പിശാചിനോട് സംസാരിക്കുന്നത് കണ്ടോ? ഈ കള്ളൻ ഈ തിന്മയോട് സംസാരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് സംസാരിക്കുന്നത്? ശാസിക്കുകയാണ്, ശകാരിക്കുകയാണ്, വിട്ടു പോകാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈശോയോടുള്ള സംസാരം കുറച്ച് ഈശോ പറയുന്നത് കേൾക്കുന്നത് കൂട്ടണം. പിശാച് പറയുന്നത് കേൾക്കുന്നത് നിർത്തി അവനോട് തിരിച്ച് സംസാരിക്കണം. എങ്ങനെ? ശാസിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ പാപ വഴികളിൽ നമുക്ക് തിരിച്ചു കയറി വരണമെങ്കിൽ ഈ അവസാന നിമിഷം ഒന്ന് മാനസാന്തരപ്പെടണം. ഈ നോമ്പിലെങ്കിലും ജീവിതം ഒന്ന് മാറ്റണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 1, അവനെ ശാസിക്കുക. ഈ തിന്മയുടെ സ്വരത്തോട് മിണ്ടാതിരിക്കാൻ പറയുക, അവനോട് പുറത്തു പോകാൻ പറയുക. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ കുമ്പസാരിക്കുമ്പോഴും നമ്മൾ അനുദപിക്കുമ്പോഴും ഒക്കെ ചിലപ്പോൾ ഈ പിശാച് നമ്മളിങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മളോട് ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ കാലമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ ഈ നോമ്പ് നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇങ്ങനെ ഉപവസിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, നീ ഇങ്ങനെ ധ്യാനം കൂടിയതുകൊണ്ട് വലിയ കഥയൊന്നുമില്ല, എത്ര ധ്യാനം കൂടിയാലും നീ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, പിശാച് നമ്മളെ നമ്മുടെ പാസ്റ്റ് കാണിച്ച് പേടിപ്പിക്കും. പിശാച് നമ്മളെ പാസ്റ്റ് കാണിച്ച് പേടിപ്പിക്കുമ്പോൾ ഈശോ നിനക്ക് വേണ്ടി ഒരുക്കിയ ഫ്യൂച്ചർ കാണിച്ച് അവനെ തിരിച്ച് പേടിപ്പിച്ചോണം. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ചിന്തിച്ചില്ലേ, ഇങ്ങനെ ഒരു കഴിഞ്ഞ കാലം നമുക്കുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് ഇന്നലെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എൻ്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞ് പിശാച് എന്നെ പേടിപ്പിക്കുമ്പോൾ അവനെ തിരിച്ച് പേടിപ്പിക്കേണ്ടത്, അവനെ തിരിച്ച് ശാസിക്കേണ്ടത്, സാത്താനെ നീ എന്നെ ഭയപ്പെടുത്തുന്ന എൻ്റെ കഴിഞ്ഞ കാലമല്ല, ഈശോ എന്നോട് പുറത്ത് എനിക്ക് വേണ്ടി കാണിക്കുന്ന ഒരു ഫ്യൂച്ചർ. പഴയത് കാണിച്ച് അവൻ പേടിപ്പിക്കുമ്പോൾ പുതിയ പറുദീസ കാണിച്ച് പിശാചിനെ തിരിച്ച് പേടിപ്പിക്കണം. അവനോട് സംസാരിക്കണം, അവനെ ശാസിക്കണം. എങ്കിലേ അവൻ വിട്ടു പോവുകയുള്ളൂ. ഈ കള്ളൻ, കൂടെ ഉണ്ടായിരുന്ന കള്ളൻ്റെ സ്വരത്തെ, അവൻ്റെ തിന്മയുടെ സ്വരത്തെ ശാസിച്ചു. നമ്മൾ ചിന്തിക്കുമ്പോൾ അടുത്ത് നിന്ന കള്ളൻ പിശാചായിരുന്നോ? തെറ്റിദ്ധരിക്കണ്ട, നന്നായിട്ട് തന്നെ അത് ധരിക്കുക. ആ അടുത്ത് നിന്ന സ്വരം പിശാചിൻ്റെ തന്നെയാണ്. എന്ത് പറഞ്ഞിട്ടാണ് ഈ കള്ളൻ, മറ്റേ കള്ളൻ ഈശോയെ കളിയാക്കിക്കൊണ്ടിരുന്നത്? നീ ദൈവപുത്രനാണോ? നീ ക്രിസ്തുവാണോ? ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ഈശോയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ നോമ്പ് കാലത്തൊക്കെ തീർച്ചയായിട്ടും വായിച്ച് ധ്യാനിച്ചാണ്. ഒരുപക്ഷെ നോമ്പിൻ്റെ ആദ്യത്തെ ദിവസങ്ങളൊക്കെ നമ്മുടെ ദേവാലയങ്ങളൊക്കെ വായിച്ചാണ് ഈശോയ്ക്ക് മരുഭൂമിയിൽ വെച്ചുണ്ടാകുന്ന പ്രലോഭനം. ലൂക്കാ 4-ലും മത്തായി 4-ലും എപ്പിസോഡുകൾ നമ്മൾ കാണുന്നുണ്ട്. ഈശോയെ പ്രലോഭിപ്പിക്കുന്ന സമയത്ത് ആദ്യത്തെ പ്രലോഭനം എന്താണ്? കല്ല് അപ്പമാക്കാനൊന്നുമല്ല. കല്ലപ്പമാക്കാൻ ഈശോയ്ക്ക് അതൊരു വിഷയം. 5 അപ്പം 5000 പേർക്ക് കൊടുത്ത ആൾക്ക് ഈശോയ്ക്ക് അതൊരു ഒരു പ്രലോഭനം പോലും അല്ല. ഈശോയ്ക്ക് അത് സിമ്പിളായിട്ട് ചെയ്യാം. അത് പറഞ്ഞിട്ട് പിശാചിനെ പ്രലോഭിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പിശാച് പ്രലോഭിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. നീ ദൈവപുത്രനാണെങ്കിൽ കല്ലിനോട് അപ്പമാകാൻ പറയുക. കല്ലിനെ അപ്പമാക്കുക എന്നുള്ളത് ഒരു പ്രലോഭനമല്ല ഈശോയ്ക്ക്. അത് ഈശോയ്ക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്ത്, അത് പിശാച് പറയേണ്ട കാര്യമൊന്നുമില്ല, ഈശോയ്ക്ക് തന്നെ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, അങ്ങനത്തെ പ്രലോഭനങ്ങളിൽ, അങ്ങനത്തെ കുഞ്ഞു പ്രലോഭനങ്ങളൊന്നും ഈശോ വീഴ്ത്താൻ പറ്റില്ല എന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആദ്യത്തെ പ്രലോഭനം തന്നെ ഒന്നാം തരം പ്രലോഭനമാണ്. ആ പ്രലോഭനം കല്ലിനെ അപ്പമാക്കാനല്ല, നീ ദൈവപുത്രനാണെങ്കിൽ കല്ലിനെ അപ്പമാക്കുക എന്ന് വെച്ചാൽ ഈശോയെ വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളി ഒരു പ്രലോഭനമാണ്, വെല്ലുവിളി ഒരു കളിയാക്കലാണ്. നീ ഇത് തെളിയിക്ക്. ആർക്ക് വേണ്ടി? അപ്പോൾ ഈശോ ഇപ്പോൾ ആ പ്രലോഭനത്തിൽ വീണുപോയാൽ എന്നാ സംഭവിക്കുന്നത്? പിശാച് പറഞ്ഞത് അനുസരിക്കുകയാണ്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, അതേ പിശാചിൻ്റെ സ്ഥാനത്ത് ഈ കള്ളൻ നിൽക്കുകയാണ്. ഈ മോശപ്പെട്ട കള്ളൻ, നീ ദൈവപുത്രനല്ലേ, നീ ക്രിസ്തു അല്ലേ, നിന്നെ തന്നെ രക്ഷിക്ക്. ഈശോയ്ക്ക് സ്വയം രക്ഷിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ഈശോയ്ക്ക് ഇപ്പോൾ ഇടുത്തി ഇറക്കി അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ അവിടെ ഒരു വെല്ലുവിളി നിൽക്കുകയാണ്, പിശാചിൻ്റെ വെല്ലുവിളി. ഇപ്പം നീ പ്രൂവ് ചെയ്. താഴെ നിന്നും ചുറ്റും നിൽക്കുന്നവരൊക്കെ പറയാണ്, നീ ദൈവപുത്രനല്ലേ, ഇറങ്ങി വാ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈശോയ്ക്ക് ഇറങ്ങി വരാം. പക്ഷേ ഇറങ്ങി വരുന്നത് പിശാചിൻ്റെ, തിന്മയുടെ, കളിയാക്കുന്നവരുടെ, പരിഹസിക്കുന്നവരുടെ സ്വരം കേട്ടിട്ടല്ല.
അപ്പൻ്റെ സ്വരം മാത്രമേ അനുസരിക്കുള്ളൂ എന്ന് തീരുമാനിച്ച ഈശോയാണ് നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കുക. നാളെ കുരിശിൽ നിൽക്കുന്ന സമയത്ത്, നാളെ വേദനകൾ വരുമ്പോൾ, നാളെ പ്രലോഭനങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ചുറ്റും നിന്ന് കള്ളന്മാർ നമ്മളെ പരിഹസിക്കും. ഇങ്ങനെ ചുറ്റും നിന്ന് ആളുകൾ നമ്മുടെ ശക്തി ചോദ്യം ചെയ്യും, നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും. നിങ്ങൾ ഈശോയെ വിശ്വസിച്ചല്ലേ, നിങ്ങൾ നല്ല ക്രിസ്ത്യാനായിട്ട് ജീവിച്ചല്ലേ, നിങ്ങൾ നോമ്പൊക്കെ എടുത്തതല്ലേ, നിങ്ങൾ വിശുദ്ധിയിൽ ജീവിച്ചതല്ലേ, എന്നിട്ട് ഇപ്പോൾ എന്തായി? ഇതൊക്കെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ് തിന്മയുടെ സ്വരം നിങ്ങളെ വീർപ്പ് മുട്ടിക്കേണ്ട പ്രിയപ്പെട്ട സ്വരങ്ങളെ, ആ സമയത്ത് മിണ്ടാതിരിക്കരുത്. ആ സമയത്ത് നിങ്ങൾ സംസാരിക്കണം, ആ സമയത്ത് നിങ്ങൾ ശാസിക്കണം. അവിടെ ആ നല്ല കള്ളൻ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് നിൽക്കുക. പ്രിയപ്പെട്ട സ്വരങ്ങളെ, സാത്താൻ്റെ ആ സ്വരം ഈ പ്രലോഭനങ്ങളുടെ രൂപത്തിൽ മാത്രമല്ല, നിരാശയുടെ രൂപത്തിൽ വന്നേക്കാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കുമ്പസാരത്തിന് വേണ്ടിയൊക്കെ ഒരുങ്ങുമ്പോൾ, ഈ നോമ്പിൽ ചില പ്രായശ്ചിത്തങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേനും നമ്മളെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ കാലം കാണിച്ച് ഇങ്ങനെ പേടിപ്പിക്കുക മാത്രമല്ല, നമ്മളെ നിരാശപ്പെടുത്തും ചില സമയത്ത് പിശാച്. ശരിയാവില്ലെന്ന്, നീ നേരത്തെ കുമ്പസാരിച്ചല്ലേ, നീ കഴിഞ്ഞ വർഷം നോമ്പ് നോക്കിയതല്ലേ, എന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇങ്ങനെ നിരാശ തരും. നമുക്ക് രക്ഷപ്പെട്ട് കയറി പോരാൻ പറ്റില്ല എന്നുള്ളൊരു സ്വരം തരും. ഈ നിരാശയുടെ സ്വരത്തെയും നമ്മൾ ശാസിക്കണം. കർത്താവിനോട് പറഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കണം, നിരാശയെ ശാസിക്കണം. പ്രിയപ്പെട്ട ഗബ്രിയേൽ അമോർത്ത് അച്ഛനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തിരുസഭയുടെ ഏറ്റവും ശക്തനായ ഭൂതോച്ചാടകരിലൊരാളായിരുന്നു ഫാദർ ഗബ്രിയേൽ അമോർത്ത്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ പിശാചിനെ ബഹിഷ്കരിക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥനകളൊന്ന് നിരാശയെ ശാസിക്കുക എന്നുള്ളതാണ്. അച്ഛനിങ്ങനെ ഭൂതോച്ചാടനത്തിന് എക്സോസിസത്തിനൊക്കെ പോകുന്ന സമയത്ത് ഒരു വ്യക്തിയെ എങ്ങനെ പിശാച് ബാധിച്ചാണെന്നുള്ള ഒരു സംശയമുണ്ടായാൽ ആദ്യം ചെയ്യുന്നതാണ് അവളുടെ ഉള്ളിലുള്ള നിരാശയെ ശാസിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ പേര് പറഞ്ഞ്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിരാശയെ ശാസിക്കും. പിശാചിനെ ശാസിക്കുന്നതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് തിരുസഭയുടെ ഔദ്യോഗികമായ എക്സോസിസ്റ്റുകളിൽ ഒരാളായിരുന്ന ഫാദർ ഗബ്രിയേൽ അമോർത്ത് ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയെക്കുറിച്ചാണ് പറയുന്നത്. നിരാശയെ ശാസിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കള്ളൻ ഈ തിന്മയുടെ ശബ്ദത്തെ ശാസിച്ചതുപോലെ ശാസിക്കണം. ഒപ്പം തന്നെ പിശാചിൻ്റെ സ്വരമാണ് പ്രലോഭനങ്ങളിലേക്ക് നമ്മളെ വിളിക്കുന്ന ഒരു സ്വരം. ഇത് ചെയ്തോ, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്വരം ശാസിക്കണം. ന്യായീകരണത്തിൻ്റെ ഒരു സ്വരം പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. ഇത് സാരമില്ല, ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതിപ്പോൾ മനുഷ്യനല്ലേ, ഇതിങ്ങനെയൊക്കെ പറ്റിപ്പോവും, സാഹചര്യം ആയതുകൊണ്ടല്ലേ. ആ സ്വരത്തെ ശാസിക്കണം. ചിലപ്പോൾ ഭയങ്കരമായ ഒരു റാഷണലൈസേഷൻ കൊണ്ടുതരും. ഇത് കുഴപ്പമൊന്നുമില്ല, ഇതിങ്ങനെയൊക്കെ സംഭവിക്കും, ആരായാലും ചെയ്തു പോകും, അവർ ചെയ്തു, ഇവർ ചെയ്തു, ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രലോഭനത്തിൻ്റെ സ്വരം വരും, ന്യായീകരണത്തിൻ്റെ സ്വരം വരും. ഇത് നിൻ്റെ ഒരു സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, അവരിങ്ങനെ ചെയ്തുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്തു പോയത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെയുള്ള സ്വരം. എല്ലാ തിന്മയുടെ സ്വരത്തെയും ശാസിക്കണം. നല്ല തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ സ്വരത്തെ ആദ്യം ശാസിക്കണം. നിരാശയെ ശാസിക്കണം. ഈ പ്രലോഭനങ്ങളെ ശാസിച്ച് പുറത്താക്കണം. പാസ്റ്റ് കാണിച്ചവൻ പേടിപ്പിക്കുമ്പോൾ പാരഡൈസ് കാണിച്ചവനെ തിരിച്ച് പേടിപ്പിക്കണം. കഴിഞ്ഞ കാലം കാണിച്ചവൻ വിഷമിപ്പിക്കുമ്പോൾ ഈശോ ഒരുക്കിയ പറുദീസ കാണിച്ചവനെ തിരിച്ച് പേടിപ്പിച്ച് ഓടിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ നല്ല കള്ളൻ ചെയ്ത ആദ്യത്തെ കാര്യം ഇതാണ്. ഇനി രണ്ടാമത്തൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാട്ടോ. തിന്മയെ ശാസിച്ചാൽ മാത്രം പോരാ. നമുക്ക് ഒരു വീട് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു, അവൻ പോയി അവനേക്കാൾ ശക്തിയുള്ള 7 പേരെ കൊണ്ട് വരുമെന്നാണ് ഈശോ ഇങ്ങനെ സൂചിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തിന്മയെ ശാസിച്ചാൽ മാത്രം പോലെ നമ്മൾ ഈ വീട് നന്നായിട്ടൊന്ന് അടിച്ചു വാരുകയും ചെയ്യണം. അതിന് ശേഷമാണ് ഈ 7 പേര് വരാതിരിക്കാൻ വേണ്ടി ഈശോയെ പ്രതിഷ്ഠിക്കേണ്ടത്, ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുക്കേണ്ടത്. ആദ്യം തിന്മയെ ശാസിക്കണം, രണ്ടാമത് ഈ വീടൊന്ന് അടിച്ചു വാരണം. വീട് അടിച്ചു വാരുന്നതിൻ്റെ പേരാണ് കുമ്പസാരം. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്കിങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുറി നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ടല്ലേ, കൂടെ ക്ലീൻ ചെയ്യാറുണ്ട്. ചിലർ ഡെയിലി ക്ലീൻ ചെയ്യുന്നവരുണ്ട്, ചിലർ ആഴ്ചയിലൊരിക്കൽ ക്ലീൻ ചെയ്യുന്നവരുണ്ട്. 2-3 മാസത്തേക്കൊന്നും നമ്മൾ നമ്മുടെ വീട് അടിച്ചു വാരാതെ, മുറി അടിച്ചു വാരാതിരിക്കില്ല. കാരണം അത് അത്രയും വൃത്തികേടാവും നമുക്കറിയാം. ചിലപ്പോൾ ആ വീട്ടിൽ വീണത് ഒരേ പൊടിയായിരിക്കും, ഒരേ കടലാസ് കഷ്ണമായിരിക്കും. വീടിൻ്റെ മുറ്റത്ത് വീണത് ഇന്നലെ വീണ അതേ റബ്ബറിൻ്റെ ഇലകളൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ പരാതിപ്പെടുകയൊന്നുമില്ല, ഇന്നലെ വീണ ഇലയല്ലേ, ഇന്നലെ ഞാൻ അടിച്ചു വാരിയതല്ലേ, ഇന്നെന്തിനാണ് അടിച്ചു വാരുന്നത്. നമ്മുടെ വീടിൻ്റെ പരിസരം, മുറി ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ കുളിക്കാറില്ലേ, എല്ലാ ദിവസവും കുളിക്കുന്നവർ, ദിവസം ചിലപ്പോൾ 5-6 തവണ കുളിക്കുന്നവരൊക്കെ ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇന്നലത്തെ അതേ ശരീരം, ഇന്നലെ വീണതുപോലത്തെ അതേ അഴുക്കുകളൊക്കെ നമ്മുടെ ശരീരത്തുണ്ട്. ഇന്നലെ ഉപയോഗിച്ച് അതേ സോപ്പായിരിക്കും, ചിലപ്പോൾ തേഞ്ഞ് ബ്ലേഡ് പോലെ ആകുന്നവരെ ചിലപ്പോൾ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത്. നമ്മൾ പരാതി പറയാറുണ്ടോ, ഇന്നലെ ഇതേ സോപ്പ് ഉപയോഗിച്ചല്ലോ, ഇന്നലെ ഇതുപോലെ കുളിച്ചാണല്ലോ, എന്നിട്ട് തന്നെ ഇന്നെന്തിനാണ് ഞാൻ കുളിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ പരാതികളൊന്നും പറയാറില്ല. പ്രിയപ്പെട്ട സൗരങ്ങളെ, പാപത്തിൻ്റെ കാര്യത്തിൽ മാത്രം, കുമ്പസാരത്തിൻ്റെ കാര്യത്തിൽ മാത്രം ചിലപ്പോൾ നമ്മളിങ്ങനെ പറയും, നമ്മൾ ന്യായീകരണങ്ങൾ പറയും. ഞാൻ കഴിഞ്ഞ ആഴ്ച കുമ്പസാരിച്ചാണ്, ഇപ്പോഴും ഞാൻ അതേ തെറ്റ് തന്നെ ആവർത്തിച്ചു, ഇനി എന്തിനാണ് കുമ്പസാരിക്കുന്നത്. ചിലപ്പോൾ നമ്മളിങ്ങനെ നീട്ടിവെക്കും 3-4 മാസത്തേക്കൊക്കെ. നമ്മുടെ വീട് അടിച്ചു വാരാൻ റെഗുലർലി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ശരീരം, നമ്മുടെ മനസ്സാത്മാവ് അടിച്ചു വാരുന്ന കുമ്പസാരം എന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ പോകുന്നില്ല. നമ്മൾ വിചാരിക്കും ഇങ്ങനെ നീട്ടിവെച്ചാൽ കുഴപ്പമില്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇപ്പം നിങ്ങൾക്കൊരു 40 വയസ്സായുള്ള ഒരാളത് കേൾക്കുന്നതെന്ന് വിചാരിച്ച്, ഇല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള കൊച്ചാണ് ഇത് കേൾക്കുന്നത് വിചാരിക്കും, 80 വയസ്സുള്ളൊരു അമ്മച്ചി അത് കേൾക്കുന്നത് വിചാരിക്കും. കഴിഞ്ഞ 80 വർഷമായിട്ട് അമ്മച്ചി പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നാളെ പല്ല് തേച്ചില്ലെങ്കിൽ വായിൽ മണം ഉണ്ടാവും. നമുക്കറിയാം ആ കാര്യം. പക്ഷേ കുമ്പസാരത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ച്,
നിങ്ങളുടെ ശരീരം ഒറ്റ ദിവസം കഴിഞ്ഞ 80 വർഷമായിട്ട് പല്ല് തേച്ചിട്ടും നാളെ പല്ല് തേച്ചില്ലെങ്കിൽ ഇത് മണം ഉണ്ടാക്കുമെങ്കിൽ, മോശമായ മണം ഉണ്ടാക്കുമെങ്കിൽ, ഈ കുമ്പസാരിക്കാതെ നടന്നാൽ ആത്മാവിനുണ്ടാകുന്ന ആ ചീഞ്ഞ മണം എത്ര വലുതാണെന്ന് ഓർത്തേക്കുക. അതുകൊണ്ട് തിന്മയെ തള്ളിപ്പറയുക മാത്രമല്ല, അവനെ പുറത്താക്കാൻ ശാസിക്കുക മാത്രമല്ല, അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് പറുദീസ കിട്ടുക. നല്ല കള്ളൻ അങ്ങനൊരു ഉദാഹരണം, അങ്ങനൊരു കാര്യം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 23-ാമത്തെ അധ്യായം തന്നെ എടുക്കാം. അതിൻ്റെ 41-ാമത്തെ വാക്യം, മുമ്പേ വായിച്ച വചനം ഒന്നുകൂടെ വായിക്കുമ്പോഴാണ് അത് ക്ലാരിറ്റി കിട്ടുക. 40 മുതലുള്ള വാക്യം വായിക്കാം. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, 41. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഈ കള്ളൻ തന്നെക്കുറിച്ച്, അവരെ രണ്ടുപേരെയും കുറിച്ച് പറയാണ്. പ്രത്യേകിച്ച് സ്വയം ആ തിരിച്ചറിവോട് പറയാണ്, ഈ നമ്മൾ തെറ്റ് ചെയ്തു, ഈ ശിക്ഷയ്ക്ക് നമ്മൾ അർഹരാണ്. നമ്മൾ 3 പേരും കുരിശിൽ കിടക്കാണ്. ഈ ദുഷിച്ച് പറയുന്ന നീയും ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന ഞാനും നമ്മൾ തെറ്റ് ചെയ്തു പോയി, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല കള്ളം ചെയ്ത രണ്ടാമത്തെ കാര്യം തിന്മയെ ശാസിക്കുക എന്നത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് സമ്മതിച്ചു. എന്ന് വെച്ചാൽ കുരിശ് കിടന്നുകൊണ്ട് അയാൾ ഒരു കുമ്പസാരം നടത്തി. ആ കുമ്പസാരത്തിൻ്റെ ആദ്യത്തെ അടയാളമാണ് എന്താണ്? കുമ്പസാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പം നമ്മൾ ഓർക്കുന്നില്ലേ അതിൻ്റെ സ്റ്റെപ്പുകളിൽ? പാപത്തെ ഓർത്ത് അനുദപിക്കുക, ചെയ്ത് തെറ്റായിപ്പോയെന്നൊന്ന് ഓർക്കുക. അവിടെയാണ് അനുതാപം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ നമ്മളോട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരുന്നില്ലേ 7-ാമത്തെ അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങളിൽ, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. തിന്മ ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഒഴിവാക്കാൻ ഞാൻ പരിശ്രമിക്കുന്ന തെറ്റ് വീണ്ടും വീണ്ടും ചെയ്തു പോവാണ്. അതിനൊരു കാരണം പൗലോസ്ലീഹ പറയുന്നുണ്ട്, ആത്മാവിൽ നിറഞ്ഞുകൊണ്ട്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപം, ഐ എം എ സിന്നർ, ഞാനൊരു പാപിയാണ്. അത് ഏറ്റു പറയുന്നിടത്താണ് കർത്താവിൻ്റെ കൃപ നിറയുക. ഈ കള്ളൻ കുരിശിൽ കടന്നുകൊണ്ട് ഒരു കുമ്പസാരം നടത്തുകയാണ്. ഈ തെറ്റ് ഞാൻ ചെയ്തു പോയി, ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, അനുതാപത്തോടെ ഏറ്റു പറയുന്ന പാപങ്ങൾക്ക് മാത്രമേ കുമ്പസാരത്തിൽ മാപ്പുള്ളൂ എന്ന് നമുക്കറിയാം. ഞാൻ കുമ്പസാരിച്ചു, പക്ഷെ പാപമോചനം കിട്ടുന്ന എപ്പോഴാണ്? ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ആത്മാർത്ഥമായി ഞാൻ അനുദപിച്ച് അത് ഏറ്റു പറയുമ്പോഴാണ്. നോക്ക്, ഈശോയുടെ മുമ്പിൽ നമ്മൾ ചെയ്ത കണക്കില്ലാത്ത പാപങ്ങളുണ്ടാകാം, പക്ഷെ ഒരു കണക്ക് പോലും ഇല്ലാതെ ഈശോ അതെല്ലാം പൊറുക്കും, മറന്നു കളയും, ക്ഷമിച്ചു കളയും. എപ്പോഴാണെന്നറിയോ? നമ്മളൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് തെറ്റു പറ്റിയെന്ന് പറഞ്ഞാൽ മതി. ധൂർത്തപത്തിൻ്റെ ഉപമയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ? പിതാവേ അങ്ങേക്കെതിരായി, സ്വർഗത്തിനെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി, ദാസനായിട്ട് പരിഗണിച്ചാൽ മതി. ഇല്ല, പിതാവിൻ്റെ സ്നേഹം ദാസനായിട്ട് കാണാനൊന്നുമല്ല, അനുദപിക്കുന്ന ഒരാളെ മകനായിട്ട്, ഒരു രാജകുമാരനായിട്ട് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ കാരുണ്യം. അതുതന്നെയല്ലേ നമ്മൾ കുരിശിലും കാണുന്നത്? കള്ളനാണ്, പാപിയാണ്, ദാസനാണ്, അടിമയൊക്കെയാണ്, ശിക്ഷയ്ക്ക് വിധേയപ്പെട്ടവനാണ്, പക്ഷെ അവനെ എടുത്തുയർത്തുന്നത് പറുദീസയിലേക്കാണ്. കർത്താവിൻ്റെ കാരുണ്യം അത്രയും വലുതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഴയ നിയമത്തിലൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളല്ലേ ആദവും ഹവ്വായും, കായേനും ഒക്കെ. ആദം പോയി ഒളിച്ചു, ഹവ്വ പോയി ഒളിച്ചു. എന്തായി സംഭവിച്ചത്? നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ മതി. ഈ അത്തിയിലെ ഒന്നും ഉണ്ടാക്കിയിട്ട് അവിടെ ഫാഷൻ ഡിസൈനിങ് ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ല. ഒന്നും ന്യായീകരിക്കാൻ പോകേണ്ട കാര്യമില്ല, ഒരാളുടെ പേരും കുറ്റം ആരോപിക്കേണ്ട കാര്യമില്ല. എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. കായനോട് ചോദിക്കുന്നുണ്ട്, സഹോദരൻ എവിടെ? പറഞ്ഞാൽ മതി, എൻ്റെ അസൂയയിൽ, എൻ്റെ ദേഷ്യത്തിൽ ഈ തെറ്റ് ഞാൻ ചെയ്തു പോയി, ക്ഷമിച്ചേനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളൊക്കെ ഞാനും നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ശിക്ഷ പിൻവലിക്കാത്തതെന്ന് വിചാരിച്ചാൽ അനുദപിച്ചിട്ടില്ല, ഏറ്റു പറഞ്ഞിട്ടില്ല. ഇന്ന് ഒരു തീരുമാനം എടുക്കുക. ധ്യാനത്തിൻ്റെ 3-ാം ദിവസമാണ്, നാളെ നമ്മുടെ ധ്യാനം തീരും. ഇന്ന് നമ്മൾ ആരാധനയിലേക്കൊക്കെ പ്രവേശിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് സ്വർഗം വേണം. ഇന്ന് മരിച്ചാൽ, ഈ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ മരിച്ചാൽ എനിക്ക് സ്വർഗം വേണം. ഈ നോമ്പ് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് സ്വർഗം വേണം. എങ്ങനെ പറ്റും? ഇന്ന് പറുദീസ പിടിച്ചു മേടിക്കുക. നല്ല കള്ളനെ പോലെ അവൻ പറഞ്ഞു, എന്നെ ഓർക്കണേ എന്ന് പറഞ്ഞു. അവൻ്റെ തെറ്റുകളെ ഓർത്ത് അനുദപിച്ചു, അത് ഏറ്റു പറഞ്ഞു, ശിക്ഷയ്ക്ക് അർഹനാണെന്ന് അനുദപിച്ചു പറഞ്ഞു, ഒപ്പം തന്നെ തിന്മയെ ശാസിച്ചു. പ്രിയപ്പെട്ട സ്വരങ്ങളെ, അവിടെ അവസാനിക്കുന്നില്ല. അവനൊരു സ്വർഗം പിടിച്ചു മേടിക്കുന്ന ഒരു അനുഭവമുണ്ട്. നമ്മൾ പാപങ്ങൾ തള്ളിപ്പറഞ്ഞു, തിന്മയെ ശാസിച്ചു, വീടടിച്ചു വാരി പോരാ, ഇനി 7 പേര് വന്ന് നമ്മളെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ അവിടെ ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. പറുദീസയുടെ മക്കളായിട്ട് മാറണം, സ്വർഗത്തിൻ്റെ മക്കളായിട്ട് മാറണം, സ്വർഗത്തിൻ്റെ അവകാശികളായിട്ട് മാറണം. ലൂക്കാ സുവിശേഷം 23:42 ഇവൻ സ്വർഗം കരസ്ഥമാക്കുന്ന നല്ല കള്ളനായി മാറുന്ന 3-ാമത്തെ സ്റ്റെപ്പാണ്. 23:42 അവൻ തുടർന്നു. മുമ്പേ നമ്മൾ വായിച്ചതാണ്, യേശുവേ നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, 4 സുവിശേഷങ്ങളിൽ ഈശോയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ? ഈശോയെ പലരും പല പേരുകളിൽ, പല അഭിസംബോധനകളിൽ വിളിക്കുന്ന നമ്മൾ കാണുന്നില്ലേ? ഈശോയെ ദാവീദിൻ്റെ പുത്ര,
ഈശോയെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്ര, നസറായനായ യേശുവെ, മറിയത്തിൻ്റെ മകനായ ഈശോയെ, യൗസേപ്പിൻ്റെ മകനായ യേശുവെ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് വിളിക്കുന്നുണ്ട്. രക്ഷകൻ എന്ന് പറയുന്നുണ്ട്, കർത്താവ് എന്ന് പറയുന്നുണ്ട്, ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുക, ഈശോ എന്ന പേര് ഒരൊറ്റ ആൾ മാത്രമേ സുവിശേഷത്തിൽ ഡയറക്റ്റായിട്ട് ഈശോയെ വിളിക്കുന്നുള്ളൂ. ഈശോയ്ക്ക് പേരൊക്കെ ഇടുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഈശോ എന്നവന് പേരിടണമെന്ന് ദൂതൻ പറയുന്നുണ്ട്. പക്ഷേ യേശുവേ, ഈശോയെ എന്ന് നേരിട്ട് സുവിശേഷത്തിൽ ഒരൊറ്റ ആൾ മാത്രമേ വിളിക്കുന്നുള്ളൂ. ആദ്യ കള്ളനാണ്. നിങ്ങൾ സുവിശേഷം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. അതൊരു നിങ്ങളുടെ മനസ്സിലതൊരു ബോധ്യമായിട്ട് കിട്ടണം. അതായത് കഴിഞ്ഞ കാലത്തെ ഒരു പാസ്റ്റ് ഉണ്ടായിട്ടും അവനൊന്ന് അനുദപിച്ചപ്പോൾ അവന് ഈശോയെ ചുമ്മാ പേരെടുത്ത് വിളിച്ചു. അതിൻ്റെ എത്ര വലിയ പ്രത്യേകത എന്ന് ചിന്തിക്കല്ലേ. ഒരാളെ നമ്മൾ പേരെടുത്ത് വിളിക്കണമെങ്കിൽ നോക്ക്, ഞാനിപ്പോൾ ഒരു വൈദികനാണ്, എന്നെ പലരും അച്ചാന്ന് തന്നെ വിളിക്കാറുള്ളൂ. പലരും എന്ന് വെച്ചാൽ എല്ലാവരും അച്ചാന്ന് വിളിക്കാറുള്ളൂ. പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നെ പേരെടുത്ത് വിളിക്കാറുണ്ട്. അതിനൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ ഇപ്പോഴും എന്നെ അച്ചാവെന്നൊന്നും വിളിക്കാറില്ല, അമ്മ എന്നെ മോനേന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടത്? ആ ഒരു അടുപ്പം, ആ ഒരു ബന്ധത്തിൽ അത്ര അടുത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പേരെടുത്ത് വിളിക്കും. ഈശോയെ നിങ്ങൾ ശ്രദ്ധിക്ക്, ഒരാൾ പോലും, പരിശുദ്ധ അമ്മ പോലും വിളിക്കുന്നതായിട്ട് ബൈബിളിൽ കാണുന്നില്ല, പേരെടുത്ത് വിളിക്കുന്നില്ല. ഈ കൂടെ നടന്ന യോഹന്നാൻ വിളിക്കുന്നില്ല, ഈ തിരിച്ചു വന്ന പത്രോസ് വിളിക്കുന്നില്ല, ഈശോയെ എന്ന് വിളിക്കുന്നില്ല. സുവിശേഷത്തിൽ ആകെ ഒരൊറ്റ ആളെ വിളിക്കുന്നുള്ളൂ. അത് കള്ളനാണ്, നല്ല ഒന്നാം തരം കള്ളൻ. അവൻ ഈശോയെ എന്ന് വിളിക്കുകയാണ്. 42-ാം വാക്യം, യേശുവേ നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഇൻറ്റിമസി വരികയാണ്, ഒരു സ്വാതന്ത്ര്യം വരികയാണ്. പാപത്തെ തള്ളിപ്പറഞ്ഞവന്, പിശാചിനെ ശാസിച്ചവന്, പാപമേറ്റു പറഞ്ഞ് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇടം കിട്ടിയവന് പിന്നെ കർത്താവിനോട് അടുപ്പമായി, ബന്ധമായി മാറി. നമുക്ക് പലപ്പോഴും ഈശോയോട് സ്വാതന്ത്ര്യത്തോടെ വിളിക്കാൻ പറ്റാത്തതിന് തടസ്സം നിൽക്കുന്ന നമ്മുടെ പാപങ്ങളാണ്. ആ പാപങ്ങൾ നമ്മളെ അകറ്റും. യെശയ്യാപ്രവാചകൻ 59-ാമത്തെ അധ്യായം വായിക്കുന്നുണ്ട്, എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, എൻ്റെ ചെവിക്ക് മാന്യം സംഭവിച്ചിട്ടില്ല, പക്ഷെ നിന്നെയും എന്നെയും തമ്മിൽ അകറ്റിയത് നിൻ്റെ പാപങ്ങളാണ്. നമുക്ക് ഈശോയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയത്, പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ഈശോപ്പ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുവാവയായിട്ട് നമ്മൾ ഈശോയോട് എല്ലാം പോയി പറഞ്ഞ് ഒരു നിഷ്കളങ്കമായൊരു ബന്ധം, ഒരു സ്നേഹം നമുക്ക് ഈശോയോടുണ്ടായിരുന്നു. നമ്മുടെ ആത്മീയത സുന്ദരമായിരുന്നു. പക്ഷെ പിന്നീട് ചിലപ്പോൾ നമുക്ക് പലതുമൊക്കെ കേട്ട്, പലതുമൊക്കെ തെറ്റിദ്ധരിച്ച്, പല തെറ്റുകളിലേക്കൊക്കെ നമ്മൾ വീണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഈശോയെ എന്ന് ചങ്ക് തുറന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടു. പാപത്തെ ഓർത്ത് അനുദപിച്ചാൽ, കുമ്പസാരിച്ചാൽ നിനക്ക് ആദ്യം കിട്ടുന്നത് ഒരു സ്വാതന്ത്ര്യമാണ്. ഗലാത്യ 5:1 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, അടിമത്തത്തിലേക്കല്ല സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം നിങ്ങളെ സ്വർഗത്തിന് അവകാശിയാക്കും. എന്ന് വെച്ചാൽ ശിക്ഷ ഇനി ഉണ്ടാവില്ല, ഇനി നരകം നിങ്ങൾക്ക് ഉണ്ടാവില്ല. എപ്പോൾ? അനുദപിക്കുമ്പോൾ. അത് കുരിശിൽ കടന്നുകൊണ്ട് അവസാന നിമിഷമെങ്കിലും നീ അനുദപിക്കാൻ തയ്യാറായിക്കോ. നിനക്ക് വിധിക്കപ്പെട്ട ശിക്ഷ, നിനക്ക് വിധിക്കപ്പെട്ട നരകത്തിൽ നിന്ന് കർത്താവ് നിന്നെ പൊക്കിയെടുത്ത് പറുദീസ നിനക്ക് സ്വന്തമായിട്ട് തരും. റോമ 8:1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നിൽക്കുന്നവന് ഇനി ശിക്ഷാവിധിയില്ല. ഈ കള്ളന് ഇനി ഒന്നും ശിക്ഷിക്കാനില്ല. അവനിനി കള്ളെന്ന് പോലും വിളിക്കാനില്ല. അവനെ കള്ളെന്ന് വിളിക്കണമെങ്കിൽ അവൻ ഈശോയെ നേടിയെടുത്ത കള്ളൻ, ആടാ കൊച്ചു കള്ള എന്നൊക്കെ നമ്മൾ വിളിക്കേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിക്ഷാവിധി ഇല്ല. ആർക്കാ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നിൽക്കുന്നവർക്ക്. ആ ഐക്യത്തെ തകർത്ത പാപങ്ങളെല്ലാം തകർത്തെറിയുമ്പോൾ, ആ പാപത്തിന് കൊടുത്ത കൈകളൊക്കെ വിടുവിക്കുമ്പോൾ, ഈശോയ്ക്ക് നിങ്ങൾ വീണ്ടും കൈ കൊടുക്കുമ്പോൾ, യേശു ക്രിസ്തുവിനോടൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ, ഈശോയെ എന്ന് ഹൃദയം തുറന്ന് അത്ര ഇൻറ്റിമസിയോടെ ഈശോയെ വിളിക്കാനൊരു ബന്ധം നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റുമ്പോൾ, പിന്നെ എനിക്ക് ശിക്ഷാവിധി ഇല്ല. സ്വർഗം അവകാശമാക്കിയവന് പിന്നെ എന്ത് നരകത്തെക്കുറിച്ചുള്ള ഭയം? സ്വർഗത്തെ നേടിയെടുത്തവന് പിന്നെ ബാക്കി എന്ത് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ഭയം? ആ കള്ളന് ഇതുവരെ മോഷ്ടിച്ചെടുത്തതോ, ഇതുവരെ അവൻ്റെ തെറ്റായ പ്രവൃത്തികൾ വഴി അവന് ഉണ്ടാക്കിയെടുത്ത പേരോ, മോശമായ പേരോ എല്ലാം പോയി. അവൻ സ്വർഗത്തെ നേടിയെടുത്തു. അവൻ്റെ പ്രാർത്ഥനയാണ്, നീ നിൻ്റെ രാജ്യത്തിൽ എന്നെയും കൂടെ ഓർക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താഴെ നിന്ന പുരോഹിതന്മാർക്കോ, അവിടെ നിന്ന നീപജ്ഞർക്കോ, വലിയ പണ്ഡിതർക്കോ മനസ്സിലാവാത്ത ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കുരിശെ കടന്നുകൊണ്ട് കള്ളന് മനസ്സിലായി. അതുകൊണ്ട് അവൻ്റെ പ്രാർത്ഥന കുഞ്ഞു പ്രാർത്ഥനയൊന്നുമല്ല, നീ നിൻ്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണം. രാജ്യത്തിൽ ഓർക്കണം എന്ന് വെച്ചാൽ യു ആർ മൈ കിങ്, നീ എൻ്റെ രാജാവാണ്. അവർ കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ എഴുതി വെച്ചു. ഇല്ലെങ്കിൽ പീലാത്തോസ് ഇങ്ങനെ ഒരു വിധിവാചകം വെച്ചു, യൂദന്മാരുടെ രാജാവായ നസറായനായ യേശു. വിശ്വസിച്ചുകൊണ്ടൊന്നും പറഞ്ഞൊന്നുമല്ല, ഇവൻ തന്നെ രാജാവാക്കുന്നു എന്നും പറഞ്ഞ ചുറ്റും നിന്നവരൊക്കെ കളിയാക്കിയത്. ഈ കളിയാക്കിയവർക്കൊന്നും മനസ്സിലാവാത്ത ഒരു രഹസ്യം കള്ളന് മനസ്സിലായി. അതുകൊണ്ട് അവൻ പറഞ്ഞു, രാജ്യത്തെന്നെ ഓർക്കണം, ബിക്കോസ് യു ആർ മൈ കിങ്, നീ എൻ്റെ രാജാവാണ്. ഈശോയെ രാജാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവൻ ആ കുരിശെ കടന്ന് മരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാന നിമിഷം മേടിച്ചെടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നുണ്ട്, നല്ല കള്ളൻ കുരിശൽ കിടന്ന് അവൻ്റെ വലത്തുഭാഗത്തായിരുന്നു. അവൻ ചോദിച്ചു മേടിച്ചു സ്വർഗത്തിലും വലതുവശത്തുള്ള ഒരവകാശം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്ന, ഈ നോമ്പുകാലത്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ പ്രോമിസ് അതാണ്. സ്വർഗം നിനക്ക് ലഭിക്കും. നമ്മുടെ മുമ്പിൽ സഹനങ്ങളോ വെല്ലുവിളികളോ ഒക്കെ ഉണ്ടാവും, പക്ഷേ കരുണ അത്രയും വലുതാണ്.
ഈ ഈശോയുടെ സ്നേഹത്തിൻ്റെ വലിപ്പം നിനക്കറിയണമെങ്കിൽ നീ ചെയ്തു പോയ പാപത്തിൻ്റെ കാഠിന്യം കൂടി അറിയണം. കർത്താവിൻ്റെ കാരുണ്യം എത്ര വലുതാണെന്ന് ഈ കള്ളൻ അറിഞ്ഞത് അവൻ്റെ പാപത്തെക്കുറിച്ച് അവനൊരു ബോധം വന്നപ്പോഴാണ്. നമുക്ക് ഈ ഒരു നോമ്പുകാലം ഏറ്റവും അനുഗ്രഹമാണെങ്കിൽ അനുദപിച്ചൊന്ന് കുമ്പസാരിക്കുക. ചിലപ്പോൾ കഴിഞ്ഞ ഈസ്റ്ററിനായിരിക്കും ഒന്ന് കുമ്പസാരിച്ചത്, കഴിഞ്ഞ ക്രിസ്മസിനായിരിക്കും കുമ്പസാരിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണ് മൂടപ്പെടും. ഇപ്പോൾ കണ്ണ് തുറക്കണമെങ്കിൽ, ഈശോയെ കാണണമെങ്കിൽ അനുദപിക്കുക. നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് അനുദപിക്കുക. ഇപ്പോഴെങ്കിലും അനുദപിച്ച് ഈശോയുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഇടം പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. നല്ല കള്ളന് സ്വർഗം കൊടുത്ത കർത്താവ് നമുക്ക് സ്വർഗം തരും, പറുദീസ നമുക്ക് തരും. പിടിച്ചു മേടിക്കണം. അവകാശമൊന്നുമില്ല. പാപത്തിൻ്റെ ഒരു കഴിഞ്ഞ കാലം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിനുള്ള അവകാശം ഉണ്ടാവില്ല. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മൾ ഉടനെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് സങ്കീർത്തനം 32 ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. മാപ്പ് ലഭിച്ചവൻ്റെ ആനന്ദമാണ്, മാപ്പ് ലഭിച്ചവൻ്റെ ഒരു സന്തോഷം. കർത്താവ് ക്ഷമിച്ചു എന്നോ ബോധ്യം കിട്ടിയപ്പോൾ ഒരു സ്വർഗം കിട്ടിയ ആനന്ദത്തോടു കൂടി സങ്കീർത്തനം എഴുതി വെക്കുന്നതാണ് 32 സങ്കീർത്തനം. എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ, അത് തീരുമാനിച്ചപ്പോൾ തന്നെ കർത്താവിനോട് ക്ഷമിച്ചു. കർത്താവിൻ്റെ സ്നേഹം എന്നെ വലയം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, 32 സങ്കീർത്തനം ഒന്ന് വായിച്ച് ഈ രാത്രിയിൽ നിങ്ങൾ കിടക്കണം. ഉടനെ നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. സങ്കീർത്തനം 98 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ? അവിടുത്തെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ രഹസ്യ പാപങ്ങൾ പോലും വെളിപ്പെടുന്നു. ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഈശോയുടെ പ്രകാശം നമുക്ക് കിട്ടണം. ആ പ്രകാശത്തിൽ അനുദപിക്കണം. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പോയി ഒന്ന് കുമ്പസാരിക്കണം. നമുക്ക് പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധമായ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാ ആരാധനയ്ക്കും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ നിമിഷവും ഞങ്ങളെ ഓർക്കുമ്പോഴെല്ലാം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പുകാല ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം കർത്താവിനെ ആരാധിക്കാൻ, അവിടുത്തെ വചനം കേൾക്കാൻ, അവിടുത്തെ ആശീർവാദമൊക്കെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ സമയവും മാറ്റിവെച്ച് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ദിവസം കേട്ട എല്ലാ വചനവും നമുക്ക് 30-ഓ 60-ഓ അല്ല 100 മേനി ഫലം ചൂടണം.
ആ ഫലം കായ്ക്കുക, ഫലം നമുക്ക് ലഭിക്കുക ഈശോയുടെ അടുത്ത് ഇരിക്കുമ്പോഴാണ്. നമ്മളിന്ന് ഈ ആരാധനയുടെ മുമ്പിൽ അല്പസമയം നമ്മുടെ ഭവനത്തിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ നിശ്ചയമായിട്ട് 30 or 60 അല്ല, കർത്താവ് നമ്മളോട് സംസാരിച്ച എല്ലാ വചനവും നമ്മുടെ ജീവിതത്തിൽ 100 മേനി ഫലം ചൂടും. നമുക്കിന്ന് കിട്ടിയ ബോധ്യങ്ങളെല്ലാം 100 മേനി ഫലം ചൂടും. ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് ഇന്ന് ഈ സമയം സമർപ്പിക്കുന്ന നമ്മുടെ എല്ലാ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, ഈ നോമ്പുകാലത്ത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ചില സഹനങ്ങൾ, ത്യാഗങ്ങളെല്ലാം തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. പ്രിയപ്പെട്ട സ്വരങ്ങളെ ഉറപ്പായും വിശ്വസിക്കുക, നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം തരും. നമ്മൾ കർത്താവ് അനുഗ്രഹിക്കും. ഈ ആരാധനയുടെ മുമ്പിൽ ഈശോ നമുക്ക് തരുന്ന ഉറപ്പതാണ്, ഈശോയെ ആരാധിക്കുന്നവർക്ക് ഈശോ അനുഗ്രഹം ചൊരിയും. കാരണം എന്താണെന്നറിയോ, നമ്മളിന്ന് വായിച്ച, നമ്മളിന്ന് ധ്യാനിച്ച ആ ഒരു വിഷയങ്ങൾ പോലെ തന്നെ ഈശോ എന്നെയും നിന്നെയും ഓർക്കുന്നുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെല്ലാം ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലേക്കൊന്ന് സൂക്ഷിക്കണം, ഇത് വിശ്വസിക്കണം. ഈശോ നിന്നെ ഓർക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഈ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ ദാനിയേൽ മാത്രമല്ല, സിംഹങ്ങളും വിശന്നിരിക്കുകയാണ്. സിംഹത്തിൻ്റെ വായ അടപ്പിക്കുന്നുണ്ട് ദൈവം. ദാനിയേൽ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് തിരിച്ചറിഞ്ഞ ദൈവം ദൂരെ ആയിരുന്ന ഹബക്കുക്ക് പ്രവാചകനെ ഇപ്പുറത്ത് എത്തിക്കുന്നുണ്ട്. ബാബിലോണിൽ ഈ സിംഹക്കുഴിയിൽ വിശന്നിരിക്കുന്ന ദാനിയേലിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. ദൈവം എത്തിച്ചു തന്ന ഭക്ഷണമാണ് ദാനിയേൽ, ഇത് നീ കഴിച്ചാലുമെന്ന് ഹബക്കുക്ക് പ്രവാചകൻ സംസാരിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകനോടല്ല തിരിച്ചു പറയുക, പകരം ദൈവത്തോട് പറയും, ദൈവമേ നീ എന്നെ ഓർത്തല്ലോ, നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരിക്കലും മറക്കില്ല. ദൈവമേ നീ എന്നെ ഓർത്തല്ലോ, നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരിക്കലും മറക്കില്ല. പ്രിയപ്പെട്ട സ്വരങ്ങൾ ഈശോയിലേക്ക് നോക്കാവോ? കർത്താവിൻ്റെ മുമ്പിൽ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പറയുകയാണ്, ദൈവമേ നീ എന്നെ ഓർത്തല്ലോ, നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരിക്കലും മറക്കില്ല. കർത്താവ് നമ്മളെ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, സങ്കീർത്തനം 40 നമ്മൾ വായിക്കുന്നില്ലേ, കർത്താവ് എന്നെ ഓർക്കുന്നുണ്ട്. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണെങ്കിലും കർത്താവ് എന്നെക്കുറിച്ച് കരുതുന്നുണ്ട്. സങ്കീർത്തകൻ വീണ്ടും നമ്മളോട് ആവർത്തിച്ച് പറയുന്നുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹി തിങ്സ് അബൌട്ട് യു. നിന്നെക്കുറിച്ച് അവൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇന്ന് ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇത് ഓർത്തേക്കണേ, ഈശോ നിന്നെ മറന്നിട്ടില്ല. എത്രയെത്ര സങ്കടങ്ങൾ, വേദനകളൊക്കെ ഉണ്ടെങ്കിലും, ഒരുപക്ഷെ പാപം മൂലം ഈശോയിൽ നിന്നൊക്കെ അകന്നു പോയെങ്കിലും, ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ ചിന്തിച്ച പോലെ പത്രോസിനെ പോലെ തള്ളിപ്പറഞ്ഞ് അകന്നു പോയിട്ടും ഈശോ നിന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദാനിയേലിനെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ ഈ വിശ്വാസം പ്രഖ്യാപിക്കണം, കർത്താവേ അങ്ങനെ ഓർത്തല്ലോ, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും മറക്കില്ല. നമ്മൾ വായിച്ചു കേട്ട, ധ്യാനിച്ച വചനമൊക്കെ ആ ബോധ്യം നമുക്ക് തന്നത്. നല്ല കള്ളൻ അത്ര നല്ലവനൊന്നും ആയിരുന്നില്ല. നല്ലവനായിരുന്നെങ്കിൽ കുരിശാരോഹണമൊന്നും വരില്ലായിരുന്നു. റോമിലെ നിയമങ്ങളൊക്കെ അനുസരിച്ച്, ആ സാമ്രാജ്യത്തിൻ്റെ കിരാത നിയമങ്ങൾക്കനുസരിച്ച് വലിയ കൊലപാതകങ്ങൾ, വലിയ രാജ്യത്തിനെതിരായുള്ള തെറ്റുകളൊക്കെ ചെയ്തവർക്കുള്ള ശിക്ഷയാണ്. ഈശോ അതൊക്കെ നമുക്ക് പകരം ഏറ്റെടുത്തു. എന്നാൽ ഈ കള്ളൻ അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഏറ്റെടുക്കുക. കൂടെ ശിക്ഷ അനുഭവിക്കുന്ന കള്ളനോട് പറയുന്നുണ്ട്, ഈ മനുഷ്യൻ നീതിമാനാണ്, പക്ഷെ നമ്മൾ ചെയ്ത തെറ്റിനാണ് ഈ ശിക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. അവൻ അത്ര നല്ലവനല്ലായിരുന്നു, അത്ര മിടുക്കനല്ലായിരുന്നു. ഒരുപക്ഷെ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയെ കളിയാക്കിയവരുടെ കൂട്ടത്തിൽ തുടക്കത്തിൽ അവനും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഒരു നിമിഷം ഈശോയുടെ സാന്നിധ്യം അവനിലൊരു മാറ്റം വരുത്തുകയാണ്. കുരിശിൽ കിടന്ന് ഈശോ കൈവിരിച്ച് പിടിച്ചപ്പോൾ ആ വിരിച്ചു പിടിച്ച സ്നേഹം അവനും കൂടെ അനുഭവിച്ചറിയാണ്. ഈശോ കുരിശിൽ കിടന്ന് അവനെയും ഓർത്തതായി അവനൊരു ചിന്ത വരികയാണ്. ആ ബോധ്യത്തിൽ അവൻ കർത്താവിനോട് ഇങ്ങനെ പറയും, നീ ഇന്ന് നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണേ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ മുമ്പിൽ ഇന്ന് അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും നിഷ്കളങ്കമായി ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്നെയും കൂടെ നീ ഓർക്കണേ. ഈശോയെ, വലിയ കടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, വലിയ രോഗത്തിലൂടെ ഞാൻ അവശയായി നീങ്ങുന്നുണ്ട്, പിടിക്കാൻ പറ്റാതെ ഞാൻ വിഷമിക്കുന്നുണ്ട്, ഒരു ജോലിയില്ലാതെ ഞാൻ കരയുന്നുണ്ട്, ലഭിച്ച ജോലി നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയത്തിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട്. ഈശോയെ, ജീവിതത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഞാൻ സങ്കടപ്പെടുന്നുണ്ട്, കുഞ്ഞുങ്ങളില്ലാതെ കരയുന്നുണ്ട്,
വിവാഹ തടസ്സം നേരിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവാതെ വിഷമിക്കുന്നുണ്ട്. വലിയ കടബാധ്യത, ജപ്തി ഭീഷണി, ഞാനിതിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട്. കൺമുമ്പിൽ പ്രിയപ്പെട്ടവരുടെ ഒരു മരണം കണ്ടതിൻ്റെ സങ്കടം എന്നെ ഇപ്പോഴും വിഷമിപ്പിക്കുന്നുണ്ട്. ശരീരം കാർന്നു തിന്നുന്ന വേദനകൾ രോഗങ്ങളുടെ രൂപത്തിൽ എന്നെ അലട്ടുന്നുണ്ട്. ശിരസ് മുതൽ ഉള്ളംകാല് വരെ അപ്പാ ഞാൻ വേദനിക്കുന്നുണ്ട്. കുരിശിൽ നീ ഒരു വലിയ മുറിവായി കടന്നതുപോലെ ഇന്നെൻ്റെ ശരീരത്തിലെ പല അവയവങ്ങളും രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളാൽ വേദനിക്കുന്നുണ്ട്. ഈശോയെ, എൻ്റെ ആന്തരിക അവയവങ്ങളെ രോഗം കാർന്നു തിന്നു തുടങ്ങിയിട്ടുണ്ട്. വിട്ടുമാറാത്ത തലവേദന, ജോയിൻസിൻ്റെ വേദനകൾ എൻ്റെ ശരീരത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. രക്തസംബന്ധമായ രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഈശോയെ ശ്വാസകോശത്തിൻ്റെ അസുഖങ്ങൾ, ഈശോ വിവിധ തരത്തിലുള്ള അലർജികൾ, ഒരുപാട് രോഗങ്ങളാൽ ക്ലേശിക്കുന്നു. അപ്പം ഇന്ന് ഈ ആരാധനയ്ക്കിരിക്കുന്ന അങ്ങയുടെ മക്കളിൽ പ്രത്യേകിച്ച് ശാരീരികമായ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. ഒരുപക്ഷെ ഒരല്പസമയം പോലും ഇങ്ങനെ ഒരു ആരാധനയുടെ മുമ്പിൽ ഇരിക്കാൻ ശരീരം അനുഭവിക്കാത്ത വലിയ വേദനകളിൽ ബുദ്ധിമുട്ടുന്ന മക്കൾ ഒത്തിരി വേദന സഹിച്ച് ഈ ആരാധന പങ്കെടുക്കുന്നുണ്ട്. ഈശോയെ, നീ ഓർക്കണേ. കുരിശിൽ കിടന്നുകൊണ്ട് ആ കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ രാജ്യത്തിലാണ്. അങ്ങെന്നെ ഓർക്കണേ. രോഗിയായ എന്നെ നീ ഓർക്കണമേ. ജോലി നഷ്ടപ്പെട്ടു പോയി എന്നെ ഓർക്കണേ. തടസ്സങ്ങൾ നേരിട്ട് നിൽക്കുന്ന എന്നെ നീ ഓർക്കണമേ. ഈശോയെ, ഈ അവസ്ഥകളെല്ലാം നീ കാണണമേ, എന്നെ ഓർക്കണമേ. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് രോഗങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാ മക്കളും ഈ സമയം പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വലിയ രോഗങ്ങളുടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ സമയം പ്രാർത്ഥിക്കുക. ആശുപത്രികളിലും ഭവനങ്ങളിലൊക്കെ ആയിട്ട് പ്രായാധിക്യം മൂലം രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യം തരട്ടെ. കരങ്ങൾ നീട്ടി അവിടുന്ന് സൗഖ്യപ്പെടുത്തട്ടെ. അപ്പോസ്തല പ്രവർത്തനം 4:30 വചനത്തിൻ്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങ് പരിശുദ്ധ ദാസനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കാൻ അങ്ങയുടെ വലതുകരം ഇപ്പോൾ ഈ സമയം ഈ ആരാധനയിലായിരിക്കുന്ന മക്കളിലേക്ക്, അവരുടെ പ്രിയപ്പെട്ടവരിലേക്ക് നീട്ടണമേ. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മുടെ എല്ലാ രോഗപീഠകളെ, ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തുള്ളികളാൽ ഞങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് ആരോഗ്യം വീണ്ടും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. സൗഖ്യമേ ആരാധന, സൗഖ്യമേ ആരാധന. ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്. ഈ സമയം തന്നെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് സൗഖ്യം ഒഴുകി നിന്നെ ശക്തിപ്പെടുത്തട്ടെ. ശരീരത്തിൻ്റെ രോഗപീഠകൾ ഈ സമയം സൗഖ്യപ്പെടട്ടെ. സന്ധിബന്ധങ്ങൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥിബന്ധങ്ങളെ സൗഖ്യം പ്രാപിക്കട്ടെ. ആന്തരിക അവയവങ്ങളെ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയെ, ശിരസ്സ് മുതൽ ഉള്ളങ്കാല് വരെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെ ഈ സമയം അങ്ങ് കഴുകി ശുദ്ധീകരിക്കണമേ. പഞ്ചേന്ദ്രിയങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തുള്ളികളാൽ സൗഖ്യം നൽകി ശക്തിപ്പെടുത്തണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഓർക്കണമേ, അങ്ങ് ഓർക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ, ൂമനും മൂടന്തനും കുതിച്ചുയരും. ആമേൻ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമനും മൂടന്തനും കുതിച്ചുയരും. വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. കരങ്ങൾ രണ്ടോ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് മനസ്സിലെ എല്ലാ വിഷമങ്ങളും ഒന്ന് കൊടുക്കാം. ഓർക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കുരിശിൽ ആ കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുക.
ശരീരത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളുടെ മേലും കർത്താവിൻ്റെ സൗഖ്യം ഇറങ്ങുന്ന പോലെ തന്നെ വളരെയധികം ആവശ്യമാണ് നമുക്കിന്ന് മനസ്സിൻ്റെ സൗഖ്യം. അനാവശ്യമായ ചില ടെൻഷനുകളുണ്ടാകാം, ഈശോയ്ക്കത് കൊടുത്തേ. മനസ്സിനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേദനകളുണ്ടാകാം, കെട്ട ഓർമ്മകളുണ്ടാകാം, എല്ലാം ഈശോയ്ക്ക് കൊടുത്തേ. ഈ നോമ്പുകാലത്ത് സഹനങ്ങളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ തന്നെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒത്തിരി സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. എല്ലാം ഈശോയ്ക്ക് കൊടുക്കാമോ? കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈശോ ഒരു പ്രചോദനം തരികയാണെങ്കിൽ നിങ്ങളുടെ 2 കരങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശിരസിൻ്റെ മേലേക്ക് വയ്ക്കാം. ഒരുപാട് ചിന്തകൾ അനാവശ്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകാം, ആവശ്യമില്ലാത്ത ടെൻഷനുകൾ ഉണ്ടാകാം, ആകുലതകൾ, വ്യാകുലതകൾ, അസ്വസ്ഥതകൾ, ഭയങ്ങൾ എല്ലാം ഈശോ കൊടുത്തേ. നമ്മുടെ തലച്ചോറിന് ഇങ്ങനെ കാർന്ന് തിന്നുന്ന ചില ടെൻഷനുകളില്ലേ, നമ്മുടെ നെഞ്ചിൻ്റെ താളം മാറ്റുന്ന ചില വേദനകളില്ലേ, അസ്വസ്ഥതകളില്ലേ, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അനാവശ്യമായ ചില ഓവർ തിങ്കിങ് ആയിരിക്കും. ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എല്ലാം ഈശോയ്ക്ക് കൊടുക്കാവും. സത്യമായിട്ടും ചിലപ്പോൾ ചില കുരിശുകളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം, എങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആ വിഷമത്തെ നീ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉറക്കം കിട്ടുന്നില്ല, എല്ലാം ഈശോയ്ക്ക് കൊടുക്ക്. രാത്രിയൊക്കെ ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആശ്വാസത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, കട്ടിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കാണ്, ഉറക്കം വരുന്നില്ല, ടെൻഷനാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്തിട്ടായിരിക്കാം, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചൊരു അബദ്ധത്തെ ഓർത്തായിരിക്കാം, പറ്റിപ്പോയൊരു തെറ്റിനെ ഓർത്തായിരിക്കാം. ഈശോയെ ഉറക്കം കിട്ടണില്ല, ഈശോയോട് പറ, എന്നെ ഓർക്കണേ എന്ന് പറ. അവനെ സ്നേഹിക്കുന്നവരെ അവൻ ഒരിക്കലും മറക്കില്ല. ദാനിയേലിനെ സ്നേഹിച്ചതുപോലെ, ദാനിയേലിനെ ഓർത്തതുപോലെ കുഞ്ഞെ ഇന്ന് ഈ സമയം നീ ഈശോയെ ആരാധിക്കല്ലേ. നിൻ്റെ മനസ്സിൻ്റെ എല്ലാ സംഘർഷങ്ങളും ഈശോ കൊടുക്കുക. എന്നെ ഓർക്കണേ കർത്താവേ, എന്നെ ഒന്ന് കാണണേ എന്ന് പറ. എൻ്റെ മനസ്സിൻ്റെ വേദനകളെ, സങ്കടങ്ങളെ അങ്ങ് സൗഖ്യപ്പെടുത്തണേ എന്ന് ഈശോയോട് പറ. എന്നെ ഓർക്കണേ കർത്താവേ, എൻ്റെ ടെൻഷനുകളെ കർത്താവേ നീ ഓർക്കണേ. നാളെക്കുറിച്ചുള്ള ഭയങ്ങളാണ്. ഈശോ എന്താകും, ജോലി കിട്ടുമോ, പ്രിയപ്പെട്ടവരൊക്കെ കൂടെ നിൽക്കുമോ? ചില ഭയങ്ങൾ, മരണത്തെക്കുറിച്ചുള്ള ഭയങ്ങളുണ്ട്, സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ഭയങ്ങൾ. പ്രിയപ്പെട്ടവർ മരിച്ചു പോവോ, അപ്പനും അമ്മയും മരിച്ചു പോവോ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോവോ, മക്കൾ മരിച്ചു പോവോ, പേടിയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ മനസ്സ് ശാന്തമാകുന്നില്ല. ഈശോയെ, എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, ആരാധനയ്ക്കൊക്കെ പോയിരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ എങ്കിലും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്ങളാണ്. ഈശോ, നാളെ എന്ത് സംഭവിക്കും? മരണത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് അനാവശ്യമായ ടെൻഷനുകൾ, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ചിന്തകൾ, തൊട്ടാവാടി സ്വഭാവം, പെട്ടെന്ന് കരഞ്ഞു പോകുന്ന സ്വഭാവം, ചെറിയ കാര്യങ്ങൾക്ക് പോലും നിരാശപ്പെട്ടു പോകുന്ന സ്വഭാവം. ഈശോയെ, എല്ലാം നിൻ്റെ കയ്യിലോട്ട് തരുവാട്ടോ. എനിക്കിത് ഇറക്കി വയ്ക്കാൻ വേറെ ഒരു ഇടമില്ല. എൻ്റെ ഡിപ്രഷൻ, എൻ്റെ നിരാശ, ഈശോ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ, എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത എൻ്റെ ആടി ഒളഞ്ഞുള്ളൊരു ജീവിതം എല്ലാം നിൻ്റെ കയ്യിലേക്ക് തരികയാണ്. നമുക്ക് 2 കരങ്ങളും ഒരിക്കൽ കൂടി ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ അനാവശ്യമായ ടെൻഷന്, നിരാശ, ഡിപ്രഷൻ, വലിയ സങ്കടങ്ങളിലൂടെ, ഇരുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മക്കളെ, അവർക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കാവോ? നിങ്ങളെ ഈശോ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടാകാം, നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കാം. എന്നാൽ അങ്ങനെ അല്ലാത്ത ഒത്തിരി പേരില്ലേ? നമ്മളിപ്പോൾ ഈ ആരാധന പങ്കെടുക്കുമ്പോൾ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് എന്തോ ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പരസ്പരം അറിയില്ല, എങ്കിലും ഒരു ആത്മീയ കൂട്ടായ്മയിൽ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ഈ നോമ്പുകാല ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ദിവസങ്ങളൊക്കെ വചനം കേൾക്കുന്ന, ആരാധിക്കുന്ന, ഈശോയെ മുറുകെ പിടിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അന്യോന്നോട് കൊടുക്കാവോ? ഈശോയെ, ലോകമെമ്പാടും ഷാലോം ടിവിയിലൂടെ അങ്ങേ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഒരാത്മീയ കൂട്ടായ്മയിൽ തന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ, ടെൻഷനിലൂടെ, അസ്വസ്ഥതകളിലൂടെ, ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും അവരുടെ ടെൻഷനുകൾ, അസ്വസ്ഥതകൾ അങ്ങേക്ക് തരികയാണ്. മനസ്സിനെ ശാന്തമാക്കണേ ഈശോയെ, അവരെ അങ്ങ് ഓർക്കണേ ഈശോയെ. ഞങ്ങൾ മറന്നുപോയാലും ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ലോകമെമ്പാടും ടെൻഷനുകളിലൂടെ, സങ്കടങ്ങളിലൂടെ, ഭയങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അങ്ങ് ഓർക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് അവരെല്ലാം സമർപ്പിച്ച് ഒരുമിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. എല്ലാവരും ചേർന്ന് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ലോകം മുഴുവനെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നീ ഓർക്കണമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കണമേ, ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണമേ, ഞങ്ങളുടെ ഉറക്കമില്ലാത്ത അവസ്ഥകളെ അങ്ങ് ശാന്തമാക്കണമേ, ടെൻഷനുകളെ, ഇൻസെക്യൂരിറ്റികളെ, ഭയങ്ങളെ, കോംപ്ലക്സുകളെ അങ്ങ് സൗഖ്യമാക്കണമേ. ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ സമയം സൗഖ്യമാക്കണമേ. ഈശോയെ, നീ കുരിശിൽ അനുഭവിച്ച ആ ഏകാന്തത, വേദന, നിന്നെ കിടങ്ങിൽ താഴ്ത്തിയിട്ടപ്പോൾ നീ അനുഭവിച്ച ആ ഏകാന്തത, വേദന, അതിനോടൊക്കെ ചേർത്ത് ഞങ്ങളുടെ ഏകാന്തത അനുഭവിക്കുന്നവരെ, ഒറ്റപ്പെട്ടു പോയവരെ, നിരാശയിലായിരിക്കുന്നവരെ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ. റൂം അടച്ചിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഈ സമയം ഏറ്റെടുക്കണേ. അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ ഈശോയെ.
ഈശോയെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണം ഈശോയെ. ആരാധന 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 ഈശോയെ. ആരാധന ഈശോയെ. ആരാധന 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 ഈശോയെ. ആരാധന ഈശോ ഈശോയെ. എൻ്റെ ഈശോ ഈശോയെ. സ്നേഹമായി നിറയണമേ. ഈശോയെ. ഈശോ എൻ്റെ ഈശോ കൃപയായി നീ വന്നിടണേ. എൻ്റെ പ്രാണനായി എൻ്റെ ജീവനായി നീ എൻ്റെ സ്വന്തമായി. എൻ്റെ പ്രാണനായി എൻ്റെ ജീവനായി നീ എൻ്റെ സ്വന്തമായി. ഈശോയെ സൗഖ്യമായ അങ്ങ് അടുത്തേക്ക് ഇറങ്ങി വരണമേ. കരങ്ങൾ രണ്ടും നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് അൽത്താരയിൽ ഈശോയെ തന്നെ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വചനത്തിലൂടെ കർത്താവ് നമുക്ക് തന്ന ബോധ്യമാണ്, ഏറ്റവും അവസാന നിമിഷം പോലും അനുദപിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്നെ ഓർക്കും. നിന്റെ സങ്കടങ്ങളെയും നിന്റെ വേദനകളെയും മാത്രമല്ല, ഈശോ നിന്നെ പൂർണ്ണമായിട്ട് ഓർക്കും. അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴെങ്കിലും നീ ഒന്ന് അനുദപിക്കുക, തെറ്റ് പറ്റിയെന്ന് നീ ഒന്ന് ഏറ്റു പറയുക. കുരിശിൽ കിടന്നുകൊണ്ട് ആ കള്ളൻ സ്വയം ന്യായീകരിക്കാൻ നിന്നില്ല. അവൻ ചെയ്ത തെറ്റുകൾ മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കാനോ നിന്നില്ല. തെറ്റ് പറ്റിയെന്ന് മനസ്സിൽ തോന്നിയപ്പോൾ കഴിഞ്ഞ കാലത്തിൻ്റെ കണക്കുകളൊന്നും അവൻ ഈശോയുടെ മുമ്പിൽ എടുത്തു വെച്ചില്ല. നിഷ്കളങ്കതയോടെ വിശ്വാസത്തോടെ പാപം ക്ഷമിക്കുന്ന കരുണാമയനായ കർത്താവാണിതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാപികൾക്ക് വേണ്ടി പോലും, തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പോലും ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ഹൃദയം കണ്ടുകൊണ്ട് ആ കള്ളൻ ആ ഹൃദയത്തിലൊരു ഇടം കണ്ടെത്താൻ വേണ്ടി ആ അവസാന നിമിഷം ശ്രമിക്കുകയാണ്. ആ കള്ളനെ പോലെ അല്ലല്ലോ ഞാനോ നീയോ. കേട്ട വചനങ്ങൾ, കൂടിയ ധ്യാനങ്ങൾ, വായിച്ച വചനഭാഗങ്ങൾ, കിട്ടിയ ബോധ്യങ്ങളെല്ലാം അനുസരിച്ച് നമുക്ക് എത്രയോ തവണ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അനുദപിക്കണം, തിരിച്ചു ചെല്ലണം. നീ തിരിച്ചു ചെന്നാൽ ഈശോ നിന്നെ വീണ്ടും ചേർത്ത് പിടിക്കുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. എന്നിട്ടും അകന്നു പോയിട്ടുണ്ട്. ഈശോ സ്നേഹിക്കുകയാണ് നിന്നെ. കുരിശിൽ കടന്നുകൊണ്ട് ഈശോ ആർക്കൊക്കെ സ്നേഹം കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാനൊരു വലിയ സ്നേഹം, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് മറിയത്തിന് വലിയൊരു സ്നേഹം, പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അളവില്ലാത്തൊരു സ്നേഹം, പാപികളോട്, തന്നെ കുരിശിൽ കയറ്റിയവരോട്, കളിയാക്കിയവരോട് പോലും ക്ഷമിച്ചുകൊണ്ടുള്ളൊരു സ്നേഹം, അപ്പാ നിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ പിതാവിനോടുള്ള സ്നേഹം, കുരിശിൽ രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് എന്നോടും നിന്നോടുമുള്ള സ്നേഹം. CNIയിലെ വിശുദ്ധ കാതറിൻ പറയുന്നത് പോലെ, മൂന്നാണികളല്ല നിന്നോടുള്ള സ്നേഹം, എന്നോടുള്ള സ്നേഹമാണ് അവനെ കുരിശോട് ചേർത്ത് പിടിച്ചത്. സ്നേഹം അവൻ പറഞ്ഞത് വാക്കുകളിലല്ല, വാക്ക് മാംസമായി വന്ന് ആ മാംസം ഒരു മുറിവായി കുരിശിൽ നെടുകയും കുറുകയും കാണിച്ചു തന്നുകൊണ്ട് ആ സ്നേഹം അവൻ കാണിച്ചു തന്നു. ആകാശത്തെ പൊട്ടിക്കുന്ന രീതിയിൽ, മുറിപ്പെടുത്തുന്ന രീതിയിൽ നിലവിളികൾ, എനിക്ക് വിശക്കുന്നു എന്നും അപ്പാ നീ കൈവിട്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കും ഒക്കെ നടുവിൽ അവൻ്റെ സ്നേഹവും കൂടെ ഒഴുകുന്നത്, കരുണയും കൂടെ ഒഴുകുന്നത് നീ കാണണേ, കേൾക്കണേ. അവൻ നിന്നെയും കരുതുന്നുണ്ട്. കുരിശിൽ കിടന്ന് അവൻ ഓർത്തത്, കുഞ്ഞേ, നിന്നെയും കൂടെയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ഓർത്തത് പിതാവിനെ, അമ്മയെ, യോഹന്നാനെ, തൻ്റെ ശത്രുക്കളെ, വേദനിപ്പിച്ചവരെ അല്ല, കള്ളനെ അല്ല. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ്റെ അവസാനത്തെ ചിന്തകൾ നിന്നെക്കുറിച്ചും കൂടിയായിരുന്നു. ഹി വാസ് തിങ്കിങ് അബൌട്ട് യു ഓൺ ദ ക്രോസ്. അവൻ്റെ കരം വലിഞ്ഞു മുറുകുമ്പോഴും, അവസാനത്തെ തുള്ളി രക്തം ഇറ്റിറ്റായി വീഴുമ്പോഴും, നെഞ്ചു കുത്തിത്തുളഞ്ഞ നെഞ്ചിൽ നിന്ന് രക്തവും ജലവും ഒഴുകുമ്പോഴും, പ്രാണവായുവിന് വേണ്ടി പിടയുമ്പോഴും, അപ്പാ എന്ന് നിലവിളിക്കുമ്പോഴും, ഹി വാസ് തിങ്കിങ് അബൌട്ട് യു. ഇന്ന് ഈ നോമ്പുകാല ധ്യാനത്തിൽ പങ്കെടുക്കുന്ന, ആരാധിക്കുന്ന നിന്നെക്കുറിച്ചും കൂടെ ഓർത്തുകൊണ്ടാണ് അവൻ കുരിശിൽ കിടന്നത്.
നീ നിൻ്റെ സന്നിധിയിൽ രാജസ്ഥാനിധ്യത്തിലായിരിക്കുമ്പോൾ, നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ, നിൻ്റെ സ്നേഹത്തിൻ്റെ ഭരണം നീ നടത്തുമ്പോൾ, നിൻ്റെ കരുണയുടെ കവാടം നീ തുറക്കുമ്പോൾ, എന്നെയും കൂടെ ഓർക്കണമേ എന്ന് കള്ളം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. ആ സ്നേഹം കിട്ടാൻ ഒരുപക്ഷെ ഒരു അവകാശം ഉണ്ടാവില്ല. ഒന്നും അവൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥ ആയിരിക്കില്ല. ഈശോയെ, നീ എന്നെ ഓർക്കാൻ മാത്രം അത്ര നന്മയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ദാവീദ് ദിനവൃത്താന്ത പുസ്തകത്തിൽ നാഥാൻ്റെ പ്രവചനം കേട്ട് ഇങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നീ എന്നെ പരിഗണിക്കാൻ, നീ എന്നെ ഓർക്കാൻ, ഇത്രമാത്രം നീ എന്നെ സ്നേഹിക്കാൻ, അനുഗ്രഹിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ നിൻ്റെ സന്നിധിയിൽ എന്തുണ്ട്? എളിമയോടെ ദാവീദ് പ്രാർത്ഥിച്ചു. പക്ഷേ പാപബോധത്തോടെ മക്കളെ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇത്രമാത്രം കരുതാൻ, ഇത്രമാത്രം സ്നേഹിക്കാൻ. ആ കള്ളനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തിട്ടും അനുദപിക്കാതിരുന്നിട്ടും വീണ്ടും സ്നേഹിച്ച ഈ കാരുണ്യം, വെട്ടിക്കളയാമായിരുന്നിട്ടും ദൂരെ കളയാമായിരുന്നിട്ടും ചവിട്ടി താഴ്ത്താമായിരുന്നിട്ടും ഉപേക്ഷിച്ച് കളയാമായിരുന്നിട്ടും എന്തിനാ എന്നെ കരുതിയത്, എന്തിനാ എന്നെ സ്നേഹിച്ചത്? ഈശോയുടെ ഉത്തരം കുരിശിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഈശോയുടെ ഉത്തരം ഈ അൾത്താരയിലുണ്ട്. ഈശോയുടെ ഉത്തരം മുറിയപ്പെട്ട ഹൃദയത്തിലുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഓർക്കുന്നു എന്ന് ഈശോ നിന്നോട് പറയുകയാണ്. ഈശോയുടെ സന്നിധിയിൽ ത്യാഗത്തോടെ ഒന്ന് മുട്ടന്മേലായിരിക്കാവോ? കരങ്ങളൊക്കെ ഒപ്പിപ്പിടിക്കാം. ആ സ്നേഹത്തിൻ്റെ ആശീർവാദമാണ് നമ്മളിന്ന് സ്വീകരിച്ച് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം പൂർത്തിയാക്കുക. കരങ്ങൾക്ക് ഒപ്പിപ്പിടിക്കാം. സാധിക്കുന്ന എല്ലാവരും മുട്ടിന്മേലായിരിക്കുക. ഈശോയോട് നമുക്ക് ഇത്രയേ ചോദിക്കാനുള്ളൂ: എന്നെ പരിഗണിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എന്നെ കരുതാൻ, എന്നോട് ക്ഷമിക്കാൻ, എന്നെ ഓർക്കാൻ മാത്രം ഒന്നും നന്മയായിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഈശോയെ. ഒത്തിരി പാപങ്ങൾ, ഒത്തിരി വീഴ്ചകളൊക്കെ പറ്റിപ്പോയി. ആ കള്ളനെ പോലെ ഈ ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണ്, ഞാൻ അർഹയാണ്. പക്ഷേ ആ ശിക്ഷ മുഴുവൻ ഏറ്റെടുത്ത് നിൻ്റെ രാജ്യത്തിലേക്ക് നീ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ വീണ്ടും സ്നേഹിച്ചു. ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. ആ ഒരു വാഗ്ദാനം ഈശോയെ ഞാൻ സ്വീകരിക്കുകയാണ്. ഞാൻ വീട്ടിലായിരുന്നാലും, ഞാൻ ജോലി സ്ഥലത്തായിരുന്നാലും, ഞാൻ കരഞ്ഞപ്പോഴും, ഞാൻ പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും, ഞാൻ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ ഈശോയുടെ കൂടെ പറുദീസായിലാണ്. സങ്കടങ്ങളുടെ ഒരു പെയ്ത്തൊഴുക്കുണ്ട്, കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന അവസ്ഥകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മുട്ടുകുത്തി നിൽക്കുമ്പോൾ, എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഈശോയുടെ കൂടെ പറുദീസയിലാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. പറുദീസ അനുഭവം നമുക്ക് വേണം. എങ്കിലും എന്നെ സ്നേഹിച്ചത് എന്തിനാന്നുള്ള ചോദ്യങ്ങൾക്കപ്പുറം, എന്തിനാ എന്നെ വെട്ടിക്കളയാതിരുന്നത് എന്നുള്ള ചോദ്യത്തിനപ്പുറം ഒറ്റ പ്രാർത്ഥന: എന്നെ നീ ഓർക്കുന്നുണ്ടല്ലോ, ഐ താങ്ക് യു ലോർഡ്. എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞാൻ നന്ദി പറയുന്നു. നമുക്ക് 2 കരങ്ങളും അല്പം ഒന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാമോ? കൂപ്പിപ്പിടിച്ച ആ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. സ്നേഹം മുഴുവനും കൂടെ ഈശോ നമുക്ക് തരുന്നൊരു സമയമാണ്. ആശീർവാദത്തോടൊപ്പം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, നമ്മുടെ നിയോഗങ്ങളിലേക്ക്, നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക്, ജോലി, പഠനം, ശുശ്രൂഷ മേഖലയിലേക്കെല്ലാം നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളിലേക്ക് ഈശോയുടെ കാരുണ്യം ചൊരിയപ്പെടുകയാണ്, ഈശോയുടെ സ്നേഹം ചൊരിയപ്പെടുകയാണ്. നമുക്കൊന്ന് സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആ സ്നേഹം, ഈശോയുടെ ആശീർവാദം, ഈശോയുടെ ആ കരുണ, ഈശോയുടെ ആ ഓർമ്മ, ഈശോയുടെ ആ പറുദീസ അനുഭവം നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ആരാ
പരമ